ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ഗൗരവ് തിവാരി മിസ്റ്ററി എന്ന ഒരു സീരീസ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് അറിയപ്പെടുന്ന ഗൗരവ് തിവാരിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. ഗോസ്റ്റ് ഹണ്ടിംഗ് നടത്തിയിരുന്ന അയാള് 2016 ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മരണത്തിന് കാരണം എന്താണെന്നും അയാൾ കൈകാര്യം ചെയ്ത ചില കേസുകൾ എന്തൊക്കെയാണെന്നുമാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് യഥാർത്ഥ ഗൗരവ് തിവാരിയാണ്. അതിനുശേഷം നമ്മൾ കഥയിലേക്ക് കടക്കുന്നു. കഥയുടെ തുടക്കത്തിൽ തന്നെ ഗൗരവ് തിവാരി എന്ന് പറയുന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അയാളുടെ മരണം വളരെയധികം ദുരൂഹത നിറഞ്ഞതായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അയാളുടെ കഴുത്തിന്റെ സൈഡിലായിട്ട് ചില പാടുകൾ കാണുന്നുണ്ട്. ബാത്റൂമിനുള്ളിൽ മരിച്ച നിലയിലായിരുന്നു ഗൗരവ് തിവാരിയെ കിട്ടിയത്. പക്ഷേ ഈ കഴുത്തിലെ പാടുകൾ എന്തുകൊണ്ട് വന്നതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇനി കഥ 10 വർഷം പിറകിലേക്ക് പോകുന്നു. അതായത് 2006 ഗൗരവ് എന്ന നമ്മുടെ നായകൻ ഒരു പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ലണ്ടനിലാണ് അവൻ അവന്റെ പഠനമൊക്കെ പൂർത്തിയാക്കുന്നത്. ഒരു ദിവസം അവൻ തന്റെ ഫ്രണ്ടായ പഗ്ഗിയുടെ വീട്ടിലെ ഫംഗ്ഷന് വരുന്നുണ്ട്. അവിടെ എല്ലാവരും ചേർന്നിരുന്ന് ഓജോ ബോർഡ് കളിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ പേര് നിഹാരിക എന്നാണ്. ഓജോ ബോർഡിൽ ആദ്യം നമുക്ക് പഗ്ഗിയുടെ ഗ്രാൻഡ്മയെ വിളിക്കാമെന്ന് അവരെല്ലാവരും പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നിരുന്ന് പഗ്ഗിയുടെ ഗ്രാൻഡ്മയെ വിളിക്കുകയാണ്. അവരതൊരു തമാശയായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഗൗരവിന്റെ ശരീരത്തിൽ ആത്മാവ് കയറിയ പോലെ അവൻ സംസാരിക്കാൻ തുടങ്ങി. പഗ്ഗിയെ അവന്റെ ഗ്രാൻഡ്മ ചമ്പു എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവന്റെ ആ പേര് വിളിച്ചാണ് ഗൗരവ് സംസാരിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ ഗ്ലാസ് നീ എന്തിനാ പൊട്ടിച്ചതെന്ന് ചോദിക്കുന്നു. അത് കേട്ട് പഗ്ഗി വല്ലാതെ പേടിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഗൗരവ് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി അവൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന്. എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് പഗ്ഗി പോയി ഗൗരവിനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീ ഗ്ലാസ് ഞാൻ പൊട്ടിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. എന്നാൽ ഗൗരവ് പറയുന്നു, നീ എപ്പോഴെങ്കിലും പറഞ്ഞതായിരിക്കും. പക്ഷെ പഗ്ഗി വീണ്ടും പറയുന്നു, മുത്തശ്ശി എന്നെ ചമ്പൂന്ന് വിളിക്കുന്നത് നിനക്ക് എങ്ങനെ അറിയാം? അതും ചിലപ്പോൾ നീ പറഞ്ഞതായിരിക്കും എന്ന് അവൻ പറയുന്നു. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വേറൊരു കാര്യം നീ ചെയ്തത് നീ പോലും അറിഞ്ഞിട്ടില്ല. എന്റെ മുത്തശ്ശിക്ക് 4 വിരലുകളേ ഉള്ളൂ. നീ ഓജോ ബോർഡിൽ കൈവച്ച സമയത്ത് ഒരു വിരല് ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 4 വിരല് മാത്രമേ കാണുന്നുള്ളൂ. എന്റെ ഗ്രാൻഡ്മ നിന്റെ ശരീരത്തിൽ കയറിയ പോലെ തന്നെയായിരുന്നു നീ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കേട്ടപ്പോ ഗൗരവനും ഡൗട്ട് തോന്നാൻ തുടങ്ങി. താൻ പറഞ്ഞ കാര്യങ്ങള് തനിക്ക് പോലും അറിയാത്തതാണ്. അതിനർത്ഥം ഒരു ആത്മാവ് തന്റെ ശരീരത്തിൽ കയറിയിരുന്നു. അതവന്റെ ഗ്രാൻഡ്മയുടേത് തന്നെയാണ്. തൽക്കാലം അവനത് വിട്ടു. പിന്നീട് അവന്റെ പൈലറ്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുന്ന ഡേ എത്തി. എല്ലാവരും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് അവനെ പ്ലെയിനിലേക്ക് കയറ്റിയത്. ആദ്യമൊക്കെ അവൻ നന്നായിട്ട് ഫ്ലൈ ചെയ്യുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എഞ്ചിൻ എന്തൊക്കെയോ തകരാറ് വരുന്ന പോലെ തോന്നി. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അവൻ നേരെയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഫ്ലൈറ്റ് അതിവേഗത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും കറക്റ്റ് ആയിട്ട് എന്താ പ്രശ്നമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവന്റെ തോളിലേക്ക് ഒരു കൈവന്ന് പിടിക്കുന്നു. ബാക്കിൽ ഒരു പൈലറ്റ് ഇരിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, ആ റെഡ് നോബ് ഞാൻ പറയുന്ന പോലെ തിരിച്ചാ മതിയെന്ന്. അയാൾ പറഞ്ഞ പോലെ അവനത് ചെയ്തപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് കറക്റ്റ് ആയിട്ട് മുകളിലേക്ക് വരികയും സാധാരണഗതിയിലാവുകയും ചെയ്തു. ഒരു വിധത്തിൽ അവൻ ഫ്ലൈറ്റ് താഴെ ഇറക്കി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ഫ്ലൈറ്റിനുള്ളിൽ ആ പൈലറ്റ് ഉണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്കാണ് ഫ്ലൈറ്റിൽ കയറിയത്. അങ്ങനൊരു പൈലറ്റിനെ അവൻ കണ്ടിട്ടുമില്ല. അതൊരു ആത്മാവാണെന്ന് അവൻ അതോടെ മനസ്സിലായി. അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കൂട്ടുകാർക്കൊന്നും അത്ര വിശ്വാസം തോന്നിയില്ല. അവൻ ആ ഫ്ലൈറ്റിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അത് കുറച്ചു മാസം മുമ്പ് റിപ്പയറിംഗിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. അതിൽ മാറ്റിയിരുന്നത് 2 നോബ്സ് ആയിരുന്നു. അതിലൊന്ന് റെഡ് നോബാണ്. ആ റെഡ് നോബ് മുൻപ് ക്രാഷായ മറ്റൊരു ഫ്ലൈറ്റിന്റേതായിരുന്നു. ആ ക്രാഷിൽ 40 പേരും പൈലറ്റും മരിച്ചു. ആ 2 പൈലറ്റുമാരിൽ ഒരാളുടെ ആത്മാവായിരുന്നു ഗൗരവിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ആ 40 പേരെയും രക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാളുടെ ഫ്ലൈറ്റിന്റെ നോബായിരുന്നു ഗൗരവ് അപ്പോൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫ്ലൈറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ആത്മാവ് ഈ ഫ്ലൈറ്റിലേക്ക് വന്നതും ഇവനെ ഹെൽപ്പ് ചെയ്തതും. ഗൗരവിന് പതിയെ ആത്മാക്കളിൽ വിശ്വാസം വരാൻ തുടങ്ങി. ഈ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കഴിവുണ്ടെന്ന് അവന് ഡൗട്ട് തോന്നിയിട്ട് ലണ്ടനിലുള്ള പാരാനോർമൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ പോവുകയും അവിടെയുള്ള ആൾക്കാരുടെ ഹെൽപ്പോടുകൂടി അവനൊരു എക്സ്പെരിമെന്റിന് തയ്യാറാവുകയും ചെയ്തു. ഒരു മോർച്ചറിയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ ആ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗൗരവിന്റെ കയ്യിൽ അവരൊരു EMF മീറ്റർ കൊടുക്കുന്നുണ്ട്. അതിൽ റെഡ് ലൈറ്റ് വരികയാണെങ്കിൽ അവിടെ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. അവൻ ആ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മോർച്ചറിക്കുള്ളിലേക്ക് അവൻ തനിച്ചു കയറി. അവിടെ 10th നമ്പർ അറയിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതശരീരം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവൻ അവിടെ ചെല്ലുമ്പം എന്തൊക്കെയോ പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. EMF മീറ്ററും ക്യാമറയെല്ലാം തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് അവൻ ആ 10th നമ്പർ അറയിലേക്ക് കയറി കിടക്കുന്നു. എന്നിട്ട് ഡോർ അടയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് അവൻ തോന്നുന്നുണ്ട് തന്റെ കാല് ഒരു ശവത്തിന്റെ കാലാണെന്ന്. എന്തൊക്കെയോ അതിനുള്ളിൽ നടക്കുന്ന പോലെ ഫീൽ ആകുന്നു. നേരെ നോക്കുമ്പോൾ തനിക്ക് മുകളിലായിട്ട് ആ പെൺകുട്ടിയുടെ ആത്മാവിനെ അവൻ കാണുന്നുണ്ട്. പേടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ ധൈര്യം സംഭരിച്ച് റിലാക്സ് ആയിട്ട് കിടന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് വിളിക്കുന്നു. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്. ആ നിമിഷം ആ ഡോറ് തുറന്നു. ആ ആത്മാവ് അവനെ പിന്നീട് പേടിപ്പിച്ചില്ല. അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചവൻ ആ അറയിലേക്ക് നോക്കുമ്പോൾ ആ ആത്മാവ് അവന് വേണ്ടി ഒരു ബ്രേസ്ലെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അവനത് കൊണ്ടുപോയി മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, നിനക്ക് ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു പവർ ഉണ്ടെന്ന്. ഈ ആത്മാവ് മറ്റാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ആ ആത്മാവ് വെച്ചിട്ട് പോയ ആ ബ്രേസ്ലെറ്റ് ആ പെൺകുട്ടി ജീവിച്ചിരുന്നപ്പോൾ അവളുടെ കയ്യിൽ കിടന്നതായിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഗൗരവിന്റെ മനസ്സിൽ പല ഡൗട്ടുകളും തോന്നാൻ തുടങ്ങി. താൻ ശരിക്കും ഏത് പ്രൊഫഷനാണ് തെരഞ്ഞെടുക്കേണ്ടത്
കണ്ടതെന്ന്. അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റില് ഇഷ്യൂസ് വന്നെങ്കിലും അവൻ ഒരു വിധത്തില് ഫ്ലൈറ്റ് താഴെ ഇറക്കിയത് കൊണ്ട് അവനെ പാസ്സാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അവർ. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല ഫ്ലൈറ്റ് താഴെ ഇറക്കിയത്, അതിലൊരു ആത്മാവുണ്ടായിരുന്നു, അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന്. എന്നാൽ പൈലറ്റ് ആകാൻ പോകേണ്ട ആള് ആത്മാവിനെ പറ്റി പറയുകയും ഇങ്ങനെ ഓരോ രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന കാരണം അവൻ അവർ ലൈസൻസ് കൊടുക്കുന്നില്ല. പൈലറ്റ് ആകാൻ പോയിട്ട് ഫെയിലായിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും അവന്റെ അച്ഛൻ അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. നാളെ മുതൽ എന്റെ ഫാക്ടറിയിൽ നിന്ന് ജോലിക്ക് വരാൻ പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് താൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു പ്രൊഫഷൻ ആണെന്ന്, തനിക്കൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആകണം. പക്ഷെ അവന്റെ ഫാമിലിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ലണ്ടനിൽ പോയിട്ട് ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തു, എനിക്ക് അതാകാനാണ് ആഗ്രഹമെന്ന് അവൻ എത്ര പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അച്ഛന്റെ നിർബന്ധം കാരണം പിറ്റേന്ന് മുതൽ അവൻ ഫാക്ടറിയിൽ പോയി തുടങ്ങി. എന്നാൽ ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസ് അവന്റെ കണ്ണിലുടക്കുന്നു. ഒരു മെൻസ് ഹോസ്റ്റലിലെ ഏതോ ഒരു റൂമില് പ്രേതബാധയുണ്ടെന്നായിരുന്നു ആ ന്യൂസിലുണ്ടായിരുന്നത്. ഒരു പയ്യൻ അത് കണ്ട് പേടിച്ചിട്ടുമുണ്ട്. അവൻ ആ ഹോസ്റ്റലിലെ വാർഡനെ വിളിച്ച് സംസാരിക്കുന്നു. കോളെന്നായിരുന്നു അയാളുടെ പേര്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി അയാളെ കാണുകയും ആ റൂം തനിക്ക് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. ആ റൂമിന്റെ പുറത്ത് പേടിച്ചിട്ട ആൾക്കാര് മന്ത്രത്തകിടൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അവനത് തുറന്ന് അകത്തേക്ക് കയറി. എന്തോ ഒരു പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. EMF മീറ്ററിലും റീഡിംഗ് കാണിക്കുന്നു. അവൻ ബാത്റൂമിനുള്ളിലേക്ക് കയറി. കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ കയ്യിൽ ടോർച്ച് തന്നെ അണഞ്ഞു. അവൻ ആ കണ്ണാടിയിലേക്ക് എന്തൊക്കെയോ വരയ്ക്കാൻ തുടങ്ങി. കുറെ നേരം വരച്ച് പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ അവന്റെ ബാക്കിലായിട്ടൊരു ആത്മാവിനെ അവൻ കാണുന്നുണ്ട്. അവൻ എന്താ വരച്ചതെന്ന് അവന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ ആത്മാവിന്റെ സ്വാധീനത്തിലാണ് അവൻ ആ ചിത്രം വരച്ചത്. പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസുകാരൻ വരികയും അവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓൾറെഡി ഇഷ്യൂ ഉള്ളത് കാരണം ആ റൂം അവർ സീൽ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. എന്തിനാ അവനോട് അകത്ത് കയറിയെന്നൊക്കെ ചോദിച്ചിട്ട് ആ പോലീസുകാരൻ അവനുമായിട്ട് വഴക്കിട്ടു. അത് കാരണം തൽക്കാലം പിന്നെ ഗൗരവ് ആ കേസിന്റെ പിന്നാലെ പോയില്ല. അവിടെ ഒരു ആത്മാവുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. എന്നിട്ട് അവൻ പിറ്റേന്ന് അതിനെപ്പറ്റി തന്റെ ഫ്രണ്ട്സിനോടും പറയുന്നുണ്ട്. വിഹാരികൾ ഉൾപ്പെടെ എല്ലാവരും ഇത് കൗതുകത്തോടെ കേട്ടിരുന്നു. എന്നാൽ അവൻ സീരിയസ് ആയിട്ടൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആകാൻ പോകുന്നു എന്നുള്ള കാര്യം അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവനാകട്ടെ ഒരു വിസിറ്റിംഗ് കാർഡ് വരെ അതിന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആകുമ്പോൾ അതിനെ പറ്റിയ കുറച്ച് ആൾക്കാർ കൂടി അവന്റെ കൂടെ വേണം. അവൻ അങ്ങോട്ടൊരു ആഡ് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് കണ്ടിട്ട് മേഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു. അവൾക്കും ഇതുപോലെ പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവൾക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ അവള് ഗൗരവന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു. അതേസമയം മുംബൈയില് വിക്രം എന്നും ദിശ എന്നും പറയുന്ന ദമ്പതികളുടെ വീട് കാണിക്കുന്നു. ഏകദേശം 2 വർഷമായിട്ട് അവർ ഈ വീട്ടിൽ റെന്റിന് താമസിക്കുകയാണ്. അവർക്ക് ബ്രൂണോ എന്ന് പറയുന്ന ഒരു നായുണ്ട്. വിക്രം ജോലിക്ക് പോയി കഴിയുമ്പോൾ ദിശ ആരോടോ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവളുടെ നായ വല്ലാതെ ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ട് അവൾ പോയി നോക്കുമ്പോൾ നായയുടെ കളിപ്പാട്ടം അവിടെ കടിച്ചു പറിച്ചിട്ടിരിക്കുന്നു. നായയാകട്ടെ ബെഡിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. നീ എന്താ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവള് ബെഡിനുള്ളിലേക്ക് നോക്കിയതും നായയുടെ സൈഡിലായിട്ട് ഒരു ആത്മാവിനെ അവൾ കാണുന്നു. അവൾ ശരിക്കും പേടിച്ചുപോയി. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ഗൗരവനെയാണ്. അവന്റെ ടീമിലേക്ക് രാജ് എന്ന് പറയുന്ന പുതിയൊരു അംഗം കൂടി വരുന്നുണ്ട്. അവൻ അത്യാവശ്യം നന്നായിട്ട് ക്യാമറയെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ അറിയാം. നൈറ്റ് വിഷൻ ഷോട്ടുകളെല്ലാം അവൻ നന്നായിട്ട് എടുക്കും. അവൻ ടീമിൽ ഉൾപ്പെടുന്നത് നല്ലതാണെന്ന് അവർക്ക് തോന്നി. എന്നാൽ വന്നപ്പോ തന്നെ അവൻ പറയുന്നുണ്ട് തന്റെ കയ്യിലൊരു കേസ് ഉണ്ടെന്ന്. അവന്റെ ഫ്രണ്ടായിരുന്നു നേരത്തെ കാണിച്ചിരുന്ന വിക്രം. വിക്രമിന്റെ വീട്ടിലെ ഇഷ്യൂസിനെ പറ്റി അവൻ ഗൗരവനോട് പറയുന്നു. അങ്ങനെ ഇവർ 3 പേരും ചേർന്നിട്ട് അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ അവരുടെ നായയായിരുന്നു. ബ്രൂണോ എന്ന് പറയുന്ന ആ നായയാകട്ടെ ദിവസങ്ങളായിട്ട് ആ ഒരു വിൻഡോയുടെ അടുത്തുനിന്ന് മാറുന്നില്ല. അവിടെ തന്നെ ഇരുന്ന് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അസുഖമാണെന്ന് കരുതിയിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇതെന്തോ ആത്മാവിന്റെ പ്രസൻസ് തന്നെയാണെന്ന് ദിശ പറയുന്നു. കാരണം അവൾ ഓൾറെഡി അതിനെ കണ്ടിട്ടുണ്ട്. കൂടാതെ ആ റൂമിലെല്ലാം തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. വിൻഡോയുടെ അടുത്താണ് കൂടുതൽ തണുപ്പ്. അവിടെ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടെന്ന് ഗൗരവന് മനസ്സിലായി. ആത്മാവിന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് പല ഉപകരണങ്ങളും കേടായിരിക്കും. രാജിന്റെ ക്യാമറയുടെ ബാറ്ററി പെട്ടെന്ന് തീരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ലോക്ക് നിശ്ചലമായി തന്നെ ഇരിക്കുകയാണ്. കൂടാതെ മനുഷ്യരെക്കാൾ കൂടുതൽ പെട്ടെന്ന് നായ്ക്കൾക്ക് ആത്മാവിന്റെ പ്രസൻസ് മനസ്സിലാകും. അത് ചിലപ്പോൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വിൻഡോയുടെ അടുത്തിരിക്കുന്നത്. ആ ആത്മാവ് ഈ വിൻഡോ വഴിയായിരിക്കും വരുന്നതും പോകുന്നതും. ദിശയ്ക്ക് ആത്മാവിന്റെ പ്രസൻസ് എങ്ങനെയാ ഫീൽ ആയതെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു ദിവസം മുന്നേ നടന്ന കാര്യം അവള് പറയുന്നു. അവള് ബെഡിൽ ഇരിക്കുകയായിരുന്നു. വിക്രം വന്നിട്ട് ഫ്രഷ് ആകാൻ പോയി. എല്ലാവർക്കും മെസ്സേജ് അയച്ച ശേഷം അവള് കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്തുണ്ടായിരുന്ന ലാമ്പ് താഴേക്ക് വീഴുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രൂണോ അടുത്ത് കിടപ്പുണ്ട്. ബ്രൂണോയെ ബെഡിൽ നിന്നും ഇറക്കി വിട്ട ശേഷം അവൾ വീണ്ടും കിടന്നുറങ്ങി. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പ് താഴേക്ക് പോകുന്നു. അതും ബ്രൂണോ ഇരിക്കുന്നു കരുതിയിട്ട് അവൾ അത് മുകളിലേക്ക് വലിച്ചിടുമ്പോൾ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ആ ആത്മാവ് വരുന്നു. പേടിച്ചവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. അതൊരു സ്വപ്നമായിരുന്നു. പക്ഷേ സ്വപ്നത്തിൽ കണ്ട പോലെ ആ ലാമ്പ് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. നായയാകട്ടെ വിൻഡോയുടെ അടുത്ത് നിന്ന് കൊറിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വീട്ടില് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരതിന്റെ ഓണറോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ 2 വർഷമായിട്ട് അവിടെ താമസിക്കുന്നില്ലേ, ഇതുവരെ ആത്മാവിന്റെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പ്രശ്നമെന്ന്. എന്നാൽ ആ ഒരു വീടിനെ പറ്റി അവർ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു 4 വർഷം മുമ്പ് അവിക് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന്. അന്നങ്ങനെ സംഭവിച്ചെന്ന് കരുതിയിട്ട് ഇത്രയും നാളും ഇല്ലാത്ത ആത്മാവ് ഇപ്പൊ എങ്ങനെ വരുന്നു എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ ഗൗരവന് ഒരു തിയറി ഉണ്ടായിരുന്നു. നോളജ് ക്യാൻസൽസ് ഫിയർ. അതായത് അറിവ് നമ്മുടെ പേടിയെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അയാളെയും കൂട്ടിയിട്ട് അവർ ആ റൂമിലേക്ക് പോകുന്നു. അവിടെ എല്ലാം തന്നെ ക്യാമറ സെറ്റ് ചെയ്യുകയും അവരവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആത്മാവിനോട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ അവിടെ ഒരു
ഡിവൈസ് വെച്ചിട്ടുണ്ട്. ആത്മാവിന്റെ ആൻസർ എസ് ആണെങ്കിൽ ഒരു ബീപ്പും നോ ആണെങ്കിൽ 2 ബീപ്പും കേൾപ്പിക്കണം. ആത്മാവിന്റെ എനർജി ഡിവൈസിന്റെ അടുത്തേക്ക് വരുമ്പം തന്നെ ബീപ്പ് സൗണ്ട് കേൾക്കും. അതിലൂടെ അവിടെയുള്ളത് അവിക്കാണെന്ന് അവൻ മനസ്സിലാക്കി. നായ എപ്പോഴും വിൻഡോയുടെ അടുത്ത് നിന്ന് കുറിച്ചുകൊണ്ടിരുന്നതാണല്ലോ. ആ വിൻഡോ തുറക്കാൻ ആ നായ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഗൗരവ് ആ വിൻഡോ തുറക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം അവനെ പുറകിൽ നിന്ന് ആരോ തള്ളിയിട്ട പോലെ ആ വിൻഡോയിലൂടെ അവൻ താഴേക്ക് വീഴുകയാണ്. അവിടെയാണ് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. ഗൗരവ് മരിച്ചതായിട്ട് തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവന്റെ മരണശേഷം അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന എഴുത്തുകാരിയും ജേർണലിസ്റ്റുമായ ഐറിനെയാണ് കാണിക്കുന്നത്. ഗൗരവിന്റെ ഗാംഗിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരാളുടെ മെസ്സേജ് വന്ന കാരണം ഐറിൻ അവരെ കാണാൻ പോകുന്നു. മേഘയ്ക്ക് ഐറിനെ അധികം ഇഷ്ടമല്ലായിരുന്നു. കാരണം ഗൗരവ് ജീവിച്ചിരുന്ന സമയത്ത് ഐറിന് ഗൗരവിന്റെ തിയറീസിലൊന്നും തന്നെ അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തനിക്ക് ഗൗരവിനെ പറ്റി കൂടുതൽ അറിയണമെന്നും അയാളെക്കുറിച്ച് ഞാനൊരു ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നെന്നും ഐറിൻ പറയുന്നു. ഗൗരവിനെ പറ്റി അറിയണമെങ്കിൽ തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് മേഘ വീണ്ടും ഗൗരവിനെ പറ്റി പറയാൻ തുടങ്ങി. അങ്ങനെ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്, വിക്രമിന്റെയും ദിശയുടെയും വീട്ടിലേക്ക്. ഫസ്റ്റ് എപ്പിസോഡിന്റെ അവസാനം ഗൗരവ് ആ വിൻഡോയിലൂടെ താഴേക്ക് വീഴുന്നതായിട്ടാണല്ലോ നമ്മളെ കാണിച്ചിരുന്നത്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അവൻ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. സൈഡിലുണ്ടായിരുന്ന ഷെയ്ഡിൽ അവൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മറ്റുള്ളവർ വന്ന് അവനെ രക്ഷിക്കുന്നു. ഗൗരവ് എല്ലാവരോടും പറയുന്നുണ്ട്, എന്നോ ബാക്കിൽ നിന്ന് ആരോ തള്ളിയിടാൻ ശ്രമിച്ചതുപോലെയുണ്ട്. പക്ഷെ അയാൾക്ക് എന്നെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ വീഴാൻ പോയപ്പോൾ എന്റെ കയ്യിൽ പിടിച്ച് എന്നെ രക്ഷിച്ചതും അതേ ആത്മാവ് തന്നെയാണ്. അതിവിടെ തീകൊളുത്തി മരിച്ച അതേ അവിക്ക് തന്നെയാണ്. വിക്രമും ദിശയും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പോഴും ഈ ആത്മാവ് ഉണ്ടാക്കാത്ത പ്രശ്നം ഇപ്പൊ എന്തിനുണ്ടാക്കുന്നു എന്നതായിരുന്നു ഗൗരവിന്റെ ഡൗട്ട്. തൽക്കാലം അവിക്കിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ അവർ ഇറങ്ങി പുറപ്പെട്ടു. ആ സമയം വീണ്ടും ദിശയുടെ കോള് വരുന്നുണ്ട്. ആ ജനല് പൊട്ടിയെന്നും അടുത്തു നിന്നിരുന്ന ബ്രൂണോയ്ക്ക് അപകടം പറ്റിയെന്നും പറഞ്ഞിട്ട്. ബ്രൂണോ വളരെയധികം മോശം അവസ്ഥയിലായിരുന്നു. ഗൗരവും കൂട്ടരും അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ ഗൗരവ് അവിക്കിന്റെ ആത്മാവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, നീ ഇവരെ ആരെയും ഉപദ്രവിക്കരുതെന്ന്. ആ സമയത്ത് ദിശയുടെ ഫോൺ റിങ് ചെയ്യുന്നു. വിക്രം ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് നല്ലപോലെ ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയോ ഗൗരവ് ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് പറഞ്ഞതും ആ ഫോൺ കട്ടാവുകയും ചെയ്തു. തൽക്കാലം ബ്രൂണോയും കൊണ്ട് വിക്രം ഹോസ്പിറ്റലിലേക്ക് പോയി. ദിശ ബ്രൂണോയുടെ അവസ്ഥയെ പറ്റിയെല്ലാം തന്നെ ആരോടോ ഫോണിലൂടെ പറയുന്നുണ്ടായിരുന്നു. അവൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ തനിയെ വർക്കാകാൻ തുടങ്ങി. പേടിച്ചവൾ താഴേക്ക് വീഴുന്നു. അപ്പോഴാണ് അവൾ കാണുന്നത് ഫ്രിഡ്ജിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരുന്നത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്ന അവളുടെ അടുത്തേക്ക് അവിക്കിന്റെ ആത്മാവ് വന്ന് എന്തോ പറയുന്നു. അത് കേട്ട് അവൾ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ഗൗരവനെ അവിടേക്ക് വിളിക്കുന്നു. ഗൗരവ് അവിക്കിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിക്കിനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ആ ഗേൾഫ്രണ്ട് അവനെ ചതിച്ചു. അവിക്കിന്റെ ഗേൾഫ്രണ്ടിന് അവിക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതിലും മനംനൊന്താണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഗൗരവ് ദിശയോട് ചോദിക്കുന്നുണ്ട്, നിനക്കും വിക്രമിനും ഇടയിൽ എല്ലാം ഓക്കെ ആണോ എന്ന്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം അന്ന് ആ ഫോൺ വന്ന സമയത്ത് അതിൽ സേവ് ചെയ്തിരുന്നത് നിധി എന്നായിരുന്നു. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരാണാണ് സംസാരിച്ചത്, നിന്നോട് ക്ലോസ് ആയിട്ടുള്ള ഒരാള്. നാളെ നമുക്ക് കാണണ്ടേ എന്നാണ് അയാൾ ചോദിച്ചതും. ഞാൻ ഹലോ എന്ന് പറഞ്ഞതും എന്റെ സൗണ്ട് കേട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. നിനക്ക് എന്തെങ്കിലും അഫയർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദിശ പറയുന്നുണ്ട് വിക്രമിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് തനിക്ക് അഫയർ ഉണ്ടെന്ന്. ഇത് കേട്ടപ്പോ തന്നെ ഗൗരവിന് കാര്യം മനസ്സിലായി. ആ ആത്മാവ് 2 വർഷം നിങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് ആ ആത്മാവ് നിങ്ങളെ ഒരു രീതിയിലും ശല്യം ചെയ്തില്ല. നിനക്ക് എപ്പോ അഫയർ തുടങ്ങിയോ അപ്പോൾ മുതൽ ആ ആത്മാവ് നിന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവിക്കിന്റെ കാമുകിയും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചേർന്നിട്ട് അവിക്കിനെ ചതിച്ചതാണ്. അതുപോലെ ദിശയും അവളുടെ ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. അത് അവിക്കിന്റെ ആത്മാവിന് ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം മനസ്സിലായതോടെ ദിശ ആത്മാവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ഇതോടെ അവസാനിപ്പിക്കാമെന്ന്, എന്റെ ഫാമിലിയെ വെറുതെ വിട്ടേക്കാൻ. ആ ആത്മാവും അവളുടെ ചെവിയിൽ വന്ന് പറഞ്ഞത് ഈ ഒരു ചീറ്ററാണെന്നാണ്. അതൊക്കെ മനസ്സിലാക്കി അവൾ ഇതെല്ലാം അവസാനിപ്പിക്കാന്ന് പറഞ്ഞതോടുകൂടി ആ ആത്മാവ് അവിടെ നിന്നും പോയി. ദിശയുടെ അഫയറിനെ പറ്റിയൊന്നും തന്നെ ഗൗരവും വിക്രമിനോട് പറയാൻ നിന്നില്ല. അവരവരുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറി. അതായിരുന്നു വിക്രം സോൾവ് ചെയ്ത ഫസ്റ്റ് കേസ്. ആ സ്റ്റോറി പറഞ്ഞു കഴിയുമ്പോൾ ഐറിനാകട്ടെ അവരോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഗൗരവ് മരിച്ച 2016 ജൂലൈ 7 എന്താണ് സംഭവിച്ചതെന്ന്. അതിനെപ്പറ്റി ഗൗരവിനെ അറിയാവുന്ന വേറെ ആരോടെങ്കിലും ചോദിക്കാനാണ് മേഘ പറയുന്നത്. അവരപ്പോ വേറൊരു കേസുമായിട്ട് ബിസിയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് 1 മാസത്തോളം ഗൗരവ് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നുവെന്ന് ഐറിൻ പറയുമ്പോൾ മേഘ പറയുന്നുണ്ട് അതവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൂടിയായ നിഹാരികയാണെന്ന്. ഗൗരവിന് അല്ലാതൊരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ഒരാവശ്യമില്ല. ഐറിൻ വീണ്ടും അവന്റെ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുകയായിരുന്നു. അതിന്റെ കൂടെ നിഹാരികയെ കാണാൻ വേണ്ടിയിട്ട് അവൾക്ക് മെസ്സേജ് അയച്ചെങ്കിലും ഐറിനെ കാണാൻ താല്പര്യമില്ലെന്ന് നിഹാരിക റിപ്ലൈ കൊടുത്തു. നേരിട്ട് പോയി കാണാൻ ശ്രമിച്ചെങ്കിലും നിഹാരിക എല്ലാം റിജക്ട് ചെയ്യുകയായിരുന്നു. വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഗൗരവ് മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് നിഹാരിക അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവർ അന്ന് കണ്ടുമുട്ടിയത്. അവൾ ഒരു വലിയ സൈക്കാട്രിസ്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് അവൾ കാര്യം തിരക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊരു തിയറി ഉണ്ടായിരുന്നു, അറിവ് പേടിയെ ഇല്ലാതാക്കുമെന്ന്. പക്ഷെ ഞാനിപ്പോൾ ആ തിയറി തിരുത്താൻ ആഗ്രഹിക്കുന്നു. അറിവ് പേടിയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ആ ഒരു അവസ്ഥയിലാണ്. ഞാൻ ഒരുപാട് ഹോണ്ടഡ് കേസുകൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിലൊരു കേസ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവന്റെ കൺട്രോളിൽ നിൽക്കാത്തൊരു ഫോഴ്സ് ആയിരുന്നു അത്. സീൻ അവിടുന്ന് കട്ടായിട്ട് വീണ്ടും ഗൗരവ് മരിച്ച ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അവനെന്ന് എവിടേക്കോ പോകാനായിട്ട് റെഡിയാവുകയായിരുന്നു. അവന്റെ അമ്മ അവനെ വന്ന് വിളിക്കുമ്പോൾ അവൻ ശരിക്കും പേടിച്ചേറേണ്ട അവസ്ഥയിലായിരുന്നു.
തലേന്നൊന്നും അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഒരു എനർജിയുടെ പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറി. കുറെ നേരമായിട്ട് അവനെ കാണാത്ത കാരണം അവന്റെ അമ്മ വന്ന് നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം റൂമിലേക്ക് വരികയായിരുന്നു. അവനെ വിളിച്ചിട്ട് അനക്കൂല്ല. പേടിച്ചുപോയി അവർ ബാത്റൂമിന്റെ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ഗൗരവ് തറയിൽ മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. അവന്റെ കഴുത്തിലൊരു പാടും ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം മീഡിയയിലെല്ലാം തന്നെ അവന്റെ മരണത്തെ പറ്റിയുള്ള വാർത്തകളായിരുന്നു. അവന്റെ മരണം ഒരു ആത്മഹത്യയാണോ അതോ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് ഏതെങ്കിലും ആത്മാവ് അവനെ കൊന്നതാണോ എന്ന്. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ഐറിൻ ഗൗരവിന്റെ മരണത്തെ പറ്റി പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ആത്മഹത്യയായിരിക്കും അല്ലെങ്കിൽ വല്ല പ്രേതവും കൊന്നതായിരിക്കും എന്നാണ്. അന്ന് രാത്രി ഐറിന്റെ ഫോണിലേക്ക് ശർമിള എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കോള് വരുന്നുണ്ട്. ഐറിൻ ആ കോൾ എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടി അവളുടെ ഡോറിൽ വന്ന് മുട്ടുമ്പോഴും അവൾ തുറക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് മേഘയും കൂട്ടുകാരെയും കാണാൻ വേണ്ടിയിട്ട് ഐറിൻ പുറത്തു പോകുമ്പോൾ ആ ശർമിള എന്ന് പറയുന്ന പെൺകുട്ടി അവിടെയും ഐറിനെ കാണാൻ വരുന്നു. ഈ ശർമിളയുടെ സഹോദരൻ മനീഷുമായിട്ട് ഐറിൻ റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ ഐറിനും മനീഷും ബ്രേക്കപ്പ് ആയ ശേഷം മനീഷ് ആത്മഹത്യ ചെയ്തു. തന്റെ സഹോദരൻ മനീഷിന്റെ ആത്മാവ് തന്റെ സ്വപ്നത്തിൽ വരുന്നുണ്ടെന്നും അത് നിന്നോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് ശർമിള ഐറിനോട് പറയുന്നത്. എന്നാൽ ഐറിൻ പറയുന്നുണ്ട് മനീഷ് മരിച്ചുപോയി, അവൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. ശർമിളയോട് സംസാരിക്കാൻ പോലും ഐറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഐറിൻ വീണ്ടും മേഘയുടെയും കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തി. മേഘയും രാജു എങ്ങനെയാണ് ഗൗരവിന്റെ കൂടെ എത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. സിദ്ധാർത്ഥ് എങ്ങനെ ഗൗരവിന്റെ ഗ്യാങ്ങിലേക്ക് വന്നു എന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. അതിന് കാരണം ബച്ചുവ എന്ന് പറയുന്ന ഒരു ആത്മാവാണ്. അങ്ങനെ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഗൗരവ് പാരനോമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് മേഘയുടെ രാജിന്റെയും കൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ കുറവായിരുന്നു. പലയിടങ്ങളിൽ നിന്ന് ഫണ്ടൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒരു കേസ് അവരുടെ അടുത്തേക്ക് വരുന്നത്. സിദ്ധാർത്ഥ് എന്നും വിവേക് എന്നും പറയുന്ന രണ്ട് പയ്യന്മാരാണ് ഗൗരവിനെ തേടി എത്തിയിട്ട് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് ഡേയ്സ് മുമ്പ് ഈ സിദ്ധാർത്ഥും വിവേകും ഇവരുടെ മറ്റൊരു ഫ്രണ്ടുമായ നീരജും ചേർന്നിട്ട് കോളേജിൽ ഒരു അവധി ദിവസം രാജ്മാച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവർ കാര്യമൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുന്നിലായിട്ട് പെട്ടെന്ന് ഒരു കുട്ടിയെ കണ്ടു. അവർ വിചാരിച്ചത് ആ കുട്ടി ഇടിച്ചു എന്നാണ്. എന്നാൽ അവരുടെ കാറ് കുട്ടിയുടെ ശരീരത്തെ പാസ് ചെയ്തു പോയി. സിദ്ധാർത്ഥിന് മനസ്സിലായി അതൊരു ആത്മാവാണെന്ന്. അവൻ മാത്രമേ ആ കുട്ടിയെ അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. തൽക്കാലം അവര് ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു റൂം എടുത്ത് താമസം തുടങ്ങി. രാത്രി 2 മണിയായപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് സിദ്ധാർത്ഥ് ഉണർന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ കുട്ടി താഴെ നിൽപ്പുണ്ടായിരുന്നു. അവൻ പേടിച്ച് നിലവിളിച്ച് തന്റെ കൂട്ടുകാരോട് കാര്യം പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണെന്ന്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് തന്നെ അവരുടെ റൂമിലെ അലമാരയിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ച് വിവേക് പോയി അലമാര തുറന്നപ്പോ ആദ്യം അതിലൊന്നും കണ്ടില്ല. പക്ഷെ ഒരു സൈഡിലേക്ക് അവൻ തുണി മാറ്റി നോക്കിയപ്പോൾ ആ കുട്ടി അതിൽ ഇരിപ്പുണ്ടായിരുന്നു. പേടിച്ചുപോയി അവർ തങ്ങളുടെ സാധനം എടുത്ത് അവിടെ നിന്ന് വണ്ടിയിൽ കയറി പോകുമ്പോൾ സീറ്റിന്റെ ബാക്കിലായിട്ട് ആ കുട്ടി ഇരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ആ കുട്ടിയുടെ ആത്മാവ് അപ്പം മുതൽ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നും ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും ഈ വണ്ടിയിൽ ഞങ്ങൾ ആ ആത്മാവിനെ കണ്ടു എന്നും അവർ പറയുന്നു. പെട്ടെന്ന് ഗൗരവും കൂട്ടുകാരൻ തങ്ങളുടെ EMF മീറ്റർ എടുത്തുകൊണ്ട് ആ കാറിന്റെ അടുത്തേക്ക് പോയപ്പോ അവിടെ എങ്ങും തന്നെ ആത്മാവുള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല. ഗൗരവ് പറയുന്നുണ്ട് പലയിടങ്ങളിലുള്ള ആത്മാവ് ആ ഏരിയയിൽ മാത്രമായിരിക്കും നിൽക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ആത്മാക്കളാണ്. അവര് വഴിയിൽ കാണുന്ന പലരുടെയും കൂടെ കൂടും, അവരുടെ കൂടെ സഞ്ചരിക്കും. നിങ്ങളുടെ കൂടെ കൂടിയ ആ കുട്ടിയുടെ ആത്മാവിനും അങ്ങനൊരു സ്വഭാവമാണുള്ളത്. നിങ്ങൾ മാക്സിമം ആ ആത്മാവിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെയുള്ള യാത്ര ഒഴിവാക്കും. ഇങ്ങനെയുള്ള ആത്മാക്കൾ പൊതുവെ ആരെയും ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് തൽക്കാലം അവര് ഗൗരവ് പറഞ്ഞ പോലെ ആ ആത്മാവിനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രശ്നം വീണ്ടും ഉണ്ടായത് നീരജിനായിരുന്നു. നീരജ് തന്റെ വീട്ടിലും ആ കുട്ടിയുടെ ആത്മാവിനെ കാണാൻ തുടങ്ങി. ആ ആത്മാവ് അവനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായിട്ട് വീണ്ടും പ്രസന്റിലേക്കാണ് കാണിക്കുന്നത്. ഐറിൻ വീണ്ടും ശർമിളയെ കാണുന്നു. ശർമിളയാകട്ടെ ഐറിന്റെ കയ്യില് മനീഷിന്റെ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. ഇവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഐറിൻ മനീഷിന് ഗിഫ്റ്റ് ചെയ്തൊരു ബുക്കായിരുന്നു അത്. ദിവസങ്ങളായിട്ട് ശർമിളയുടെ സ്വപ്നത്തില് മനീഷ് ശർമിളയെ ഈ ബുക്ക് കാണിക്കുകയും അതിലെ 2 ലൈൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലൈൻ എന്തായിരുന്നു എന്ന് ഐറിൻ വായിച്ചു നോക്കുന്നു. ചതിയുടെ വേദന എന്നെ ഈ ലോകത്തു നിന്നും പോകാതെ ഇവിടെ പിടിച്ചു നിർത്തുന്നു എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ മനീഷിനെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ആ വേദന അവന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അവന്റെ ആത്മാവ് പോലും ഇവിടെ നിന്ന് പോകാതെ നിൽക്കുന്നതെന്നാണ് ശർമിള പറയുന്നത്. എന്നാൽ ഐറിന് ഇതിലൊന്നും തന്നെ അധികം വിശ്വാസം തോന്നിയില്ല. പക്ഷെ അന്ന് രാത്രി ഐറിൻ ഒരു സ്വപ്നം കാണുന്നു. അവളുടെ സ്വപ്നത്തിൽ മനീഷിന്റെ ആത്മാവ് വന്നു. ആ ആത്മാവിന്റെ അടുത്തേക്ക് ഐറിൻ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഗൗരവിന്റെ ആത്മാവ് അവളോട് മനീഷിന്റെ ആത്മാവിനെ തൊടണ്ട എന്ന് പറയുന്ന പോലെ അവൾക്ക് തോന്നി. ഈ സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു അവൾ ഞെട്ടി ഉണർന്നത്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഗൗരവ് മരിക്കുന്നതിന് 7 ദിവസം മുമ്പ് അവൻ നിഹാരികയെ കണ്ടിട്ടുണ്ടായിരുന്നു. ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അവൻ. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വിൻഡിയുടെ അടുത്ത് നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് അവൻ അവളോട് പറയുന്നുണ്ട് ഞാൻ നിൽക്കുന്ന കുട്ടിയെ കണ്ടോ എന്ന്. അത് ബച്ചുവയാണ്. ആ ആത്മാവ് എനിക്ക് വേണ്ടി വന്നതാണ്. എന്നാൽ നിഹാരിക പറയുന്നു ഞാൻ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ എനിക്ക് കാണുന്നുണ്ടെന്ന് ഗൗരവ് വീണ്ടും പറയുകയായിരുന്നു. അവൻ പറയുന്നത് ശരിയായിരുന്നു. ആ ആത്മാവിനെ അപ്പോൾ ഗൗരവിന് മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവിടെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും ഈ ബച്ചുവ ആരാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നീരജിനെ ആ ഒരു കുട്ടി ആക്രമിച്ച ശേഷം സിദ്ധാർത്ഥും വിവേകും നീരജും ഗൗരവനെയും കൂട്ടരെയും കാണാൻ വീണ്ടും എത്തി. ആത്മാവ് തങ്ങളെ വിട്ട് പോയിട്ടില്ലെന്നും അത് തങ്ങളെ വീണ്ടും ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നും അവർ പറയുമ്പോൾ ഗൗരവ് പറയുന്നുണ്ട് എന്നാ നമുക്ക് നിങ്ങൾ ആ ആത്മാവിനെ കണ്ട സ്ഥലത്ത് തന്നെ പോയി അത് സോൾവ് ചെയ്യാമെന്ന്. സിദ്ധാർത്ഥനും കൂട്ടർക്കും വേറെ പ്ലാൻ ഉണ്ടായിരുന്നിട്ടും ഗൗരവ് പറഞ്ഞ പ്രകാരം അവരതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ആ രാജ്മാ
രാജ്മാജി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും യാത്ര പുറപ്പെടുന്നു. വിവേകായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. സിദ്ധാർത്ഥ ആകട്ടെ മേഘയോട് ഈ പാരാനോമൽ ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. അവൻ അതിൽ വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വിവേകിന്റെ മുന്നിലേക്ക് ബച്ചുവ വരികയും ആ വണ്ടിയുടെ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ വന്ന് അവനെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഒരു വിധത്തിൽ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഗൗരവിന് ബച്ചുവെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ആ നാട്ടിലുള്ളവരോട് ഈ ഒരു ആത്മാവിനെ പറ്റി ചോദിക്കുന്നു. അവരിൽ നിന്നുമാണ് ബച്ചുവ എന്ന് പറയുന്ന ഒരു പേര് പോലും അവർക്ക് കിട്ടിയത്. പല ആൾക്കാരും ആ ആത്മാവിനെ കാണാറുണ്ടായിരുന്നു എന്നാണ് അവര് പറയുന്നത്. ബച്ചുവ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അവനങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ റോഡ് സൈഡിൽ നിന്ന് അവൻ പമ്പരം കറക്കി കളിക്കുകയായിരുന്നു. റോഡിന്റെ നടുക്കേക്ക് അവന്റെ പമ്പരം പോയത് കാരണം അവനത് എടുക്കാൻ പോയതാ. ആ വഴി വന്നൊരു വണ്ടി അവനെ ഇടിച്ചു കൊന്നു. അതിനുശേഷം അവന്റെ ആത്മാവ് ഈ റോഡിലൂടെ പോകുന്ന പലരെയും ശല്യം ചെയ്യാറുണ്ട്. അവനങ്ങനെ എല്ലാവരുടെയും മുന്നിലേക്കൊന്നും വരാറില്ല. ആ ആത്മാവിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഹനുമാന്റെ അമ്പലത്തിൽ പോയിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാ അമ്പലം ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഗൗരവ് സിദ്ധാർത്ഥനെയും കൂട്ടരെയും കൂട്ടി അവിടേക്ക് പോവുകയായിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇതെല്ലാം ആത്മാവിന്റെ പണിയാണെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ആ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എസ് ആണെങ്കിൽ ഒരു ബീപ്പ് സൗണ്ടും നോ ആണെങ്കിൽ 2 ബീപ്പ് സൗണ്ടും തരാനാണ് അവൻ ആത്മാവിനോട് പറയുന്നത്. സിദ്ധാർത്ഥും കൂട്ടറിന്റെയും കയ്യിൽ നിന്ന് നിനക്കെന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ആ ആത്മാവിനോട് ചോദിക്കുമ്പോൾ അത് നോ എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് അവരെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവരെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. വണ്ടിയുടെ ഹോണും ലൈറ്റും എല്ലാം തുടരെ അടിക്കുകയും കത്തുകയും ചെയ്യുന്നു. എല്ലാവരും പാനിക് ആകാൻ തുടങ്ങി. ആ ഡിവൈസ് പൊട്ടിത്തെറിച്ചു. സിദ്ധാർത്ഥിനും വിവേകിനും നീരജനും ബച്ചുവെ കാണാമായിരുന്നു. പക്ഷെ ഗൗരവിന് അതിനെ കാണാൻ വയ്യ. എന്നാൽ അവരുടെ ക്യാമറയിലൂടെ ആ ആത്മാവിനെ അവർ ലൊക്കേറ്റ് ചെയ്തു. ആ ആത്മാവിന്റെ അടുത്തേക്ക് പോയി ഗൗരവ് നിൽക്കുന്നു. അവന് കാണാൻ കഴിയില്ലെങ്കിലും അതിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. ബച്ചുവ അവന്റെ തോളിലേക്ക് കൈവച്ചു. അവനോട് എന്തോ പറഞ്ഞു. ബച്ചുവെ അവന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവനോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ബച്ചുവ പോവുകയും ചെയ്തു. അതെന്താണ് ഗൗരവനോട് പറഞ്ഞതെന്ന് ഗൗരവ് ആരോടും അപ്പൊ ഷെയർ ചെയ്തില്ല. അതിനുശേഷം അവർ ആ ഹനുമാന്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നും തിരിച്ചു പോരുന്നു. പിന്നെ ബച്ചുവയുടെ ആത്മാവിന്റെ ഒരു ശല്യവും അവർക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ കഥകളെല്ലാം അയറിൻ അറിഞ്ഞു കഴിയുമ്പോൾ അയറിൻ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും ഗൗരവനോട് ബച്ചുവ പറഞ്ഞതെന്ന്. അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞതെന്ന് മേഘ പറയുന്നു. സിദ്ധാർത്ഥ് ഒരു ന്യൂസ് പേപ്പറുമായിട്ട് ഗൗരവിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. സിദ്ധാർത്ഥും കൂട്ടുകാരും തലേന്ന് ഡൽഹിക്ക് പോകാനിരുന്നതായിരുന്നു. അവർ പോകാനിരുന്ന ബസ് ആക്സിഡന്റ് ആയി. ആ ബസ്സിൽ അവർ കയറിയിരുന്നെങ്കിൽ അവരും മരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ ബച്ചുവെ തേടി പോയതുകൊണ്ടാണ് ആ മരണം സംഭവിക്കാതിരുന്നത്. അത് കണ്ടുകൊണ്ട് ഗൗരവും പറയുന്നുണ്ട് ബച്ചുവ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങളെ വാൺ ചെയ്യാനാണ്. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിയിക്കാൻ. പാരനോമൽ എക്സ്പേർട്സ് ആയ നമുക്ക് പോലും ബച്ചുവെ കാണാൻ പറ്റാത്തതിന് കാരണവും അതുതന്നെയായിരുന്നു. ആരുടെയൊക്കെ ജീവൻ അപകടത്തിലാണോ അവരുടെ മുന്നിലേക്ക് മാത്രമേ ബച്ചുവ വരൂ. അതുതന്നെയായിരുന്നു മരിക്കുന്നതിന് 7 ദിവസം മുൻപ് ഗൗരവ് നിഹാരികയോട് പറഞ്ഞതും. അവൻ ബച്ചുവെ കണ്ടു തുടങ്ങിയിരുന്നു. അതിനർത്ഥം അവന്റെ ജീവനും അപകടത്തിലാണ്. അതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയിരുന്നത്. ബച്ചുവയുടെ ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് സിദ്ധാർത്ഥിന് ശരിക്കും ഗൗരവിന്റെ ഗാംഗിലേക്ക് ചേരാൻ ആഗ്രഹം തോന്നിയതും പിന്നീട് ഗൗരവിന്റെ ഗാംഗിന്റെ ഒരു പാർട്ടായിട്ട് അവൻ മാറിയതും. എന്റെ എഞ്ചിനീയറിംഗ് പഠനമൊക്കെ വിട്ടിട്ടാണ് അവൻ അതിൽ ജോയിൻ ചെയ്തത്. എന്നാൽ ബാക്കി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഒരുപാട് ക്യാഷ് ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട എന്ന്. കാരണം പതിയെ കേസുകൾ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്ക് അവരൊരു ന്യൂസ് കാണുന്നു. ഒരു സെമിത്തേരിയിലെ ബ്രിട്ടീഷ് ആത്മാവിനെ പറ്റിയായിരുന്നു അത്. രാത്രിയിൽ കല്ലറയിൽ നിന്നും പുറത്തേക്ക് വരികയും പിന്നീട് തിരിച്ചു കയറി പോവുകയും ചെയ്യുന്ന ഒരു ആത്മാവ്. സിദ്ധാർത്ഥ് എന്നവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. നമ്മളിങ്ങനെ ഓരോ സ്റ്റോറിയുടെ പിറകെ പോകുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലും മറ്റും ഇടുകയാണെങ്കിൽ അങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടുമെന്ന്. ഏതെങ്കിലും ഒരു കമ്പനിയെ കൂടി അപ്രോച്ച് ചെയ്ത് അവരുടെ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടും. അതിനു വേണ്ടിയിട്ട് അന്ന് അയറിൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്കായിരുന്നു ഇവരുടെ ഗ്യാങ് ആദ്യമായി പോകുന്നത്. അവിടെ വെച്ചായിരുന്നു അയറിന് ഈ ഗ്യാങ്ങിനെ ആദ്യം പരിചയപ്പെടുന്നതും. എന്നാൽ അയറിന് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് കാരണം അയറിന്റെ മറ്റൊരു ഫ്രണ്ടാണ് ഗൗരവിന്റെ ഗ്യാങ്ങിന്റെ കൂടെ അന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ പോയത്. സുഹാനി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഗൗരവിന്റെ ഗ്യാങ്ങും സുഹാനിയും ചേർന്നിട്ട് ആ സെമിത്തേരിയിലേക്ക് പോയി. സുഹാനി അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യുകയായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം ഒന്നും തന്നെ ആത്മാവിന്റെ ഒരു പ്രസൻസും ഉണ്ടായിരുന്നില്ല. എന്നാൽ 3ാമത്തെ ദിവസം എല്ലാവരും നേരിട്ട് ആ ആത്മാവിനെ കണ്ടു. ആ ആത്മാവ് ഗൗരവിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോ പറയുന്നുണ്ട്. അവന്റെ ശരീരത്തിലേക്ക് കയറുകയും കുറച്ചു കഴിയുമ്പോൾ അത് ഇറങ്ങി പോവുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം ഗൗരവ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആദ്യമായിട്ട് അവരായിട്ട് തന്നെ കവർ ചെയ്യാൻ പോയ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാതെ അവർ അവിടെ നിന്നും തിരിച്ചു പോരുന്നു. എന്തുകൊണ്ടാണ് പിന്നീട് അവൻ ആ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാതിരുന്നതെന്ന് ആരോടും അവൻ പറഞ്ഞിട്ടില്ല. അവന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നുവെന്നും രാജു പറയുന്നു. ഓരോ ദിവസവും കഥ കേട്ട് കഴിയുമ്പോൾ അയറിൻ അവസാനം എത്തുന്ന ചോദ്യം ഇതായിരുന്നു. ജൂലൈ 7-ാം തീയതി ആ ബാത്റൂമിൽ എന്താണ് സംഭവിച്ചത്? അവൻ ആത്മഹത്യ ചെയ്തതാണോ അതോ ആത്മാവ് അവനെ ഉപദ്രവിച്ചതാണോ? അവന്റെ കൂട്ടുകാർക്ക് അതിന് ഉത്തരമുണ്ടായിരുന്നില്ല. അവൻ സ്വയം അങ്ങനെ ചെയ്യുമെന്ന് അവരാരും വിശ്വസിച്ചിട്ടുമുണ്ടായിരുന്നില്ല. രാജു പറയുന്നുണ്ട് അത് മിക്കവാറും ആത്മാവ് തന്നെയായിരിക്കുമെന്ന്. ഒന്നുകിൽ ആ സെമിത്തേരിയിലെ ആത്മാവ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആത്മാവ്. എന്നാൽ ശരിക്കും അന്ന് ആ സെമിത്തേരിയിലെ ആത്മാവ് അവനോട് പറഞ്ഞത് എന്താണെന്ന് വീണ്ടും കാണിക്കുന്നു. ഗൗരവിന്റെ ഉള്ളിലേക്ക് കയറി ആ ആത്മാവ് ഗൗരവനോട് പറയുന്നു അവൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന്. മറ്റേതോ ഒരു ആത്മാവിന്റെ കാര്യമായിരുന്നു ഈ സെമിത്തേരിയിലെ ആത്മാവ് ഗൗരവനോട് പറഞ്ഞത്. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഐറിൻ വീണ്ടും ഗൗരവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. യഥാർത്ഥ ഗൗരവ് തിവാരിയുടെ ഫൂട്ടേജ് നമ്മളെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ സിഡിനെ കാണുന്നു. ഗൗരവിനെ പറ്റി ബുക്കൊക്കെ എഴുതാൻ ഐറിൻ ഇത്രയധികം താല്പര്യം കാണിക്കുന്നതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്ന്
സിദ്ധാർത്ഥ് അവളോട് ചോദിക്കുമ്പോൾ അവൾ തനിക്കും മനീഷിനിടയിൽ നടന്ന കാര്യങ്ങൾ പറയുന്നു. ആദ്യമൊക്കെ അവർ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നീട് മനീഷ് വളരെയധികം കൺട്രോളിംഗ് നേച്ചർ കാണിക്കാൻ തുടങ്ങി. അവൻ വളരെയധികം പൊസസീവും ടോക്സിക്കും ആയിരുന്നു. അത് സഹിക്കാൻ വയ്യാതെയാണ് അവൾ അവനുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നത്. എന്നാൽ മനീഷ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ഒരു ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. അവന്റെ മരണത്തിന് കാരണം താനാണെന്നാണ് മനീഷിന്റെ സഹോദരി എപ്പോഴും തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഐറിൻ വിഷമത്തോടു കൂടി പറയുന്നു. എന്റെ സ്റ്റോറിയെ പറ്റിയൊക്കെ പിന്നീട് പറയാം. ഗൗരവിനെ പറ്റി പറയാനാണ് സിദ്ധാർത്ഥിനോട് അവൾ ആവശ്യപ്പെടുന്നത്. ഓരോ കേസുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗൗരവിന് YTV എന്ന് പറയുന്ന ഒരു ഫേമസ് TV ചാനലിൽ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അവരൊരു ഹൊറർ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ ആള് ഗൗരവ് ആണെന്ന് അവർക്ക് തോന്നി. എന്നാൽ ഗൗരവ് അവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് അങ്ങനൊരു ഷോ താൻ ചെയ്യുകയാണെങ്കിൽ അതിൽ പല ഫേക്ക് എലമെന്റ്സും കൊണ്ടുവരേണ്ടി വരും. റിയൽ ആയിട്ടുള്ളത് മാത്രം കാണിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അത് കാരണം അവൻ ആ ഷോ കണ്ടക്ട് ചെയ്യാൻ താല്പര്യമില്ലെന്ന് അവൻ പറയുന്നു. പക്ഷെ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവനുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം തന്നെ മാറും. എന്നാൽ താനിത് ചെയ്യുന്നത് കാശിന് വേണ്ടി മാത്രമല്ല എന്നാണ് അവൻ പറയുന്നത്. അവന് ഫേക്കായിട്ടൊന്നും തന്നെ ആരുടെയും മുന്നിൽ കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു അവൻ വീട്ടിൽ തിരിച്ചെത്തിയത്. പക്ഷെ ആ സമയത്ത് അവന്റെ ഒരു റിലേറ്റീവ് അവിടെ വന്നിരുന്ന് അവന്റെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അവരുടെ മകൾക്ക് ടിവിയിൽ ഒരു ആട് കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ഭയങ്കര അഭിമാനത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ മകൻ ഇങ്ങനെ പാരാനോർമൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവൻ എന്തെങ്കിലും കാശ് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവന്റെ അമ്മയും അച്ഛനെയും ഇൻസൾട്ട് ചെയ്യുന്നുണ്ടവർ. അത് അവന് സഹിക്കാൻ പറ്റിയില്ല. അത് കാരണം അവനാകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, YTV എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ചാനൽ നിങ്ങൾക്കറിയാമോ, അതിൽ നിന്നും എനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഉടനെ തന്നെ അതിലൊരു ഷോ ചെയ്യും. നിങ്ങളുടെ മകൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ചാൻസ് കൊടുക്കാം. അത് കേട്ടപ്പോ അവന്റെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി. മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളുടെ അഭിമാനം തങ്ങളുടെ മകൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ഷോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന ഗൗരവ് വീണ്ടും ആ ഷോ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അവൻ ചാനലുമായിട്ട് കോൺട്രാക്ട് വെക്കുമ്പോൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം മാത്രമേ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യൂ. ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. റേറ്റിംഗിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല. ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്, അത് അങ്ങനെ തന്നെ എടുക്കുകയും വേണം. അവന്റെ കണ്ടീഷന് അവർ ഓക്കെ പറഞ്ഞതോടുകൂടി അവർ ആ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് 3 പെൺകുട്ടികളെ ഒരു ടാസ്ക് ചെയ്യാനായിരുന്നു അവർ പറഞ്ഞുവിടുന്നത്. ആ പെൺകുട്ടികളെ നിരീക്ഷിക്കാൻ അവിടെയെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിലും ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. പല റൂമുകളിലും പോയിട്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യണം. ഒരു പെൺകുട്ടിക്ക് ഒരു വാളിൽ പോയിട്ട് അവിടെയുള്ള പെയിന്റ് എടുത്ത് ഒരു വട്ടം വരയ്ക്കാനായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്. മറ്റൊരു പെൺകുട്ടിക്ക് ആ ഹോണ്ടഡ് പ്ലേസിലെ കിച്ചൺ കണ്ടെത്തി അവിടുത്തെ അടുപ്പ് കത്തിക്കണം. മറ്റൊരു പെൺകുട്ടിക്ക് ടെറസിലേക്ക് പോകണം. പേടിയോടുകൂടി ഓരോ പെൺകുട്ടികളും ഹോണ്ടഡ് പ്ലേസിനുള്ളിലേക്ക് കടന്നു. ഇതെല്ലാം തന്നെ പല ക്യാമറകളിലൂടെ അവർ ഷൂട്ട് ചെയ്യുന്നുമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും പെൺകുട്ടിക്ക് ഒരു ഘട്ടത്തിൽ അപകടം ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനും പറയുന്നുണ്ട്. ആ ഹോണ്ടഡ് പ്ലേസിന്റെ പല ഭാഗത്തും പെൺകുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവരുടെ ടീമിലെ അംഗങ്ങൾ ഇരിപ്പുണ്ട്. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓടി അവിടേക്ക് എത്തും. കാരണം ആ ഒരു പ്ലേസിൽ ആത്മാവ് ഉള്ളതിന്റെ എല്ലാ പ്രസൻസും EMF മീറ്ററിൽ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗൗരവ് അറിയാതെ ഈ ചാനലിന്റെ ഉടമകൾ ഇതിൽ വേറെ പല പണികളും ചെയ്തു വെക്കുന്നു. ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് കിച്ചണിലെത്തി അടുപ്പ് കത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് കത്തുന്നുണ്ടായിരുന്നില്ല. കെറോസിനകത്ത് അവർ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് മനസ്സിലായതോടുകൂടി ഗൗരവ് പറയുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്ന്. ആവശ്യമില്ലാത്ത ഒരു എലമെന്റും ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അത് കാണിച്ചാൽ മതി. അത് കുഴപ്പമില്ല, അവിടെ പേപ്പറൊക്കെ ഇരിപ്പുണ്ട്, ആ പെൺകുട്ടി അതെടുത്ത് കത്തിക്കുമെന്ന് അവർ പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി പേപ്പർ എടുത്ത് കത്തിക്കാൻ നോക്കിയിട്ടും അത് കത്തുന്നുണ്ടായിരുന്നില്ല. പേപ്പറിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞെങ്കിലും ഗൗരവിന് അത് വിശ്വാസം തോന്നിയില്ല. മറ്റൊരു പെൺകുട്ടി പെയിന്റ് ബോക്സ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പെയിന്റ് എടുത്ത് വാളിൽ വരയ്ക്കാൻ തുടങ്ങിയതും ആ വട്ടം ഓൾറെഡി അവിടെ വരുന്നു. എന്നാൽ അത് തങ്ങൾ ചെയ്തതല്ലാന്ന് ആ TV ചാനൽ ഉടമ പറയുന്നുണ്ട്. അതോടുകൂടി ഗൗരവിന് മനസ്സിലായി അവിടെ ആത്മാവിന്റെ പ്രസൻസ് നല്ല രീതിയിലുണ്ടെന്ന്. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ആത്മാവ് കയറി പിടിച്ചിട്ട് അവള് നിലവിളിക്കുന്നുണ്ട്. അതോടുകൂടി എല്ലാവരെയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ ഗൗരവ് പറയുന്നു. TV ചാനൽ ഉടമകൾ പറയുന്നുണ്ട് ഷോ കണ്ടിന്യൂ ചെയ്യണമെന്ന്. എന്നാൽ അവൻ സമ്മതിച്ചില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെയുള്ളത് സാധാരണ ആത്മാക്കളല്ല, അവർ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു വിധത്തിൽ പെൺകുട്ടികളെ എല്ലാം തന്നെ സേഫ് ആയിട്ട് എങ്ങനെയോ അവർ പുറത്തെത്തിച്ചു. ഈ വീഡിയോസ് എല്ലാം തന്നെ രാത്രിയിലിരുന്ന് ഐറിൻ കാണുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോഴും പല പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആയിരുന്നു. അവള് ഗൗരവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ആരായിരിക്കും ഗൗരവിനെ കൊന്നതെന്നാണ് അവൾ ലാസ്റ്റ് ആയിട്ട് തന്റെ ലാപ്പിൽ ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അവള് അങ്ങോട്ടൊന്ന് മാറിയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്നത് അവള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ആരോ താഴെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. ഗൗരവിനെ കൊന്നത് ആരാണെന്ന് എനിക്ക് അറിയാമെന്ന്. അവളല്ലാതെ വേറെ ആരും അവിടെയില്ല. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആത്മാവായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അതോടുകൂടി അവൾ ശരിക്കും പേടിക്കാൻ തുടങ്ങി. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഐറിൻ സിദ്ധാർത്ഥിനെയും മേഘയും തന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് താൻ ഇവിടെ ഫീൽ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുന്നു. ലാപ്ടോപ്പിൽ അത് ടൈപ്പ് ചെയ്തത് ആരാണെന്ന് അറിയില്ല, അത് മിക്കവാറും ഒരു ആത്മാവായിരിക്കും. രാജാകട്ടെ ആ ആത്മാവ് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ഐറിൻ പറയുന്നു എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന്. ഇവിടെ ഏതെങ്കിലും ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഇവിടെ ക്യാമറ വെക്കാൻ പോവുകയാണെന്ന് സിദ്ധാർത്ഥും കൂട്ടരും പറയുന്നു. തൽക്കാലം ഐറിൻ കുറച്ചു ദിവസത്തേക്ക് തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് താമസം മാറുന്നു. ഐറിൻ നേരെ പോകുന്നത് ശർമ്മലയുടെ അടുത്തേക്കാണ്. അവളോട് നടന്ന കാര്യങ്ങളെ പറ്റി പറയുന്നു. ഗൗരവ് തിവാരിയെ പറ്റിയും പറയുന്നു. ആ ബുക്ക് എഴുതാൻ തുടങ്ങിയ ശേഷമാണ് പല ഇഷ്യൂസും തന്റെ ലൈഫിൽ നടക്കുന്നതെന്നും ഐറിൻ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ശർമ്മല പറയുന്നുണ്ട് ഈ ഗൗരവ് തിവാരി എനിക്കറിയാമെന്ന്. ഗൗരവ് തിവാരി മരിക്കുന്നതിന് മുമ്പ് മനീഷ് തന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അയാളുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആക്കിയില്ല. അതിന്റെ വീഡിയോസ് ഇപ്പോഴും അവന്റെ ലാപ്പിൽ
കിടപ്പുണ്ടാകുമെന്ന് ശർമിള പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവില് മനീഷ് ഗൗരവനോട് ചോദിച്ചത്, നിങ്ങളുടെ ആ ഒരു സ്ലോഗൻ ഉണ്ടല്ലോ, അറിവ് ഭയത്തെ ഇല്ലാതാക്കുമെന്ന്, അത് നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന്. ശരിക്കും ആ അറിവ് നിങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കിയോ എന്ന്. എന്നാൽ ആ ഇന്റർവ്യൂവില് ഗൗരവ് ആകെ ടെൻഷനായിട്ട് മനീഷിനോട് പറയുന്നത്, ഞാൻ ഒരു വീട് തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അറിവ് ഭയത്തെ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത്, അറിവെന്റെ ഭയത്തെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പല കാര്യങ്ങളും അറിയുമ്പോൾ എന്റെ ഉള്ളിലെ പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ജീവിതം അപകടത്തിലാണെന്ന്. ആ സമയം നിങ്ങളുടെ മനസ്സിലൊരു പേടി തോന്നുന്നില്ലേ? അതേ അവസ്ഥയാണ് എന്റേതും. ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ എനിക്കും പേടി തോന്നുന്നുണ്ട്. അയർനി വീഡിയോ ഗൗരവിന്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. അവർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഗൗരവിനെ എന്തായിരിക്കും ഇത്രയധികം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരവിന്റെ വീട്ടില് തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ട ദുഃഖത്തില് ആ അച്ഛനും അമ്മയും കഴിയുകയായിരുന്നു. അവന്റെ റൂമൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് അവന്റെ ഡയറിയിൽ നിന്നും അവന്റെ അമ്മയ്ക്കൊരു പേപ്പർ കിട്ടി. അത് കണ്ട് അവർ ശരിക്കും പേടിച്ചു. അവരത് ഗൗരവിന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ എഴുതിയിരുന്നത് മുംബൈയിലെ ഒരു ഫ്ളാറ്റിന്റെ നമ്പറായിരുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ആ ഫ്ളാറ്റിനും ഗൗരവിനും തമ്മിൽ എന്താണ് ബന്ധം? ഗൗരവ് മരിക്കുന്നത് 2016 2011 ആ ഫ്ളാറ്റിലേക്ക് ഒരു പെൺകുട്ടി താമസം മാറി വരുന്നു. ആ പെൺകുട്ടിയുടെ സഹോദരൻ ആ ഫ്ളാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട്ടിലെത്തി കഴിയുമ്പോൾ ആ പെൺകുട്ടി ആ ഫ്ളാറ്റിൽ പലയിടങ്ങളിലും തറയിൽ ചില പാടുകൾ കാണുന്നു. അതുപോലെ ഓയിലിന്റെ സ്റ്റെയിനും കാണുന്നുണ്ട്. ഇടയ്ക്ക് എന്തോ ദീപം കത്തിച്ചു വെച്ച പോലുള്ള പാടുകളായിരുന്നു അതൊക്കെ. അവളുടെ സഹോദരൻ അവിടെ കുറെ നാളായിട്ട് താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൾ അവിടെ വന്ന ശേഷം ഒരു ആത്മാവിനെ അവൾ കാണുകയുണ്ടായി. അതൊരു സ്ത്രീയുടെ ആത്മാവായിരുന്നു. ആദ്യം അവളുടെ ചേട്ടൻ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അയാളോ ആത്മാവിനെ നേരിട്ട് കണ്ടതോടുകൂടി വിശ്വസിക്കുകയും പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഗൗരവിനെ സംഘത്തിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരെ എവിടേക്ക് വിളിച്ചു. എന്നാൽ ഗൗരവിന് ഡൽഹിയിൽ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ അവൻ അവിടേക്ക് പോയി തന്റെ ഫ്രണ്ട്സിനെ ഇവിടേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. മേഘയും കൂട്ടരും ഇവിടെ എത്തി ആ വീടെല്ലാം തന്നെ പരിശോധിക്കുന്നു. അൻമോൾ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. അൻമോൾ ഇവരോട് പറയുന്നുണ്ട്, ഞാനിവിടെ താമസിച്ചിരുന്ന സമയത്ത് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ അനുജത്തി ഇവിടേക്ക് വന്ന ശേഷമാണ് ആ ആത്മാവിന്റെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങിയതെന്ന്. പലപ്പോഴും ഇവർ രണ്ടുപേരും ആ ആത്മാവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പാദസ്വരത്തിന്റെ സൗണ്ടും കേൾക്കാം. പേടിച്ചിട്ട് ആത്മാവിന്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നാരങ്ങയൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അതെല്ലാം കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. ആണെങ്കിൽ ആ ആത്മാവിനോട് കോണ്ടാക്ട് ചെയ്യാൻ മേഘ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് ആ ആത്മാവിനോട് മേഘ പറയുമ്പോൾ അത് പോകില്ല എന്ന് തന്നെ പറയുകയായിരുന്നു. ആ ആത്മാവിനെ സംബന്ധിച്ച് അൻമോളും അൻമോളിന്റെ അനുജത്തിയും ഇവിടെ നിന്ന് പോകണം. ഇത് അൻമോളിന്റെ വീടാണെന്ന് പറഞ്ഞിട്ടും അതവരെ പേടിപ്പിക്കുന്ന രീതിയിൽ സൗണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കിച്ചണിലെ മൺകുടം താഴേക്ക് വീണ് പൊട്ടുന്നു. അവർ കിച്ചണിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ നേരത്തെ കണ്ടിരുന്ന ആ പല പാടുകളും കാണുന്നുണ്ട്. ഇതിക്ക് വിളക്കൊക്കെ വെച്ച് കത്തിച്ച പോലെ. മേഘ അതെല്ലാം തന്നെ നിരീക്ഷിക്കുന്നു. ആ സമയം ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് അവർ പോയി നോക്കുമ്പോൾ കാണുന്നത് അൻമോളിന്റെ സഹോദരിയുടെയും എല്ലാ സാധനങ്ങളും കൂടി ആ ആത്മാവ് അവിടെ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ആത്മാവിനെ സംബന്ധിച്ച് അവർ എപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം. ഞങ്ങളെ കൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മേഘ പെട്ടെന്ന് തന്നെ ഗൗരവനെ വിവരം അറിയിക്കുന്നു. അവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഐറിൻ നിഹാരികയെ കാണുന്നതാണ്. കുറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ നിഹാരിക അവളെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഗൗരവിനെ പറ്റി അവർ സംസാരിക്കുന്നു. മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് ഗൗരവ് അവളെ കാണാൻ വന്ന സമയത്ത് ബച്ചുവെ കണ്ട കാര്യവും ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്ന കാര്യവും എല്ലാം തന്നെ ഐറിനോട് നിഹാരിക ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഗൗരവിന്റെ അച്ഛനും അമ്മയും കണ്ടെടുത്ത അവന്റെ ഡയറിയിൽ നിന്ന് കിട്ടിയ ആ ഒരു നോട്ടിനെ പറ്റിയും ഐറിൻ നിഹാരികയോട് പറയുന്നു. 2011 മുംബൈയിലെ 302 ഫ്ളാറ്റിൽ വെച്ചിട്ട് ഗൗരവ് കൈകാര്യം ചെയ്ത ഒരു കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നല്ലോ അത്. ആ ഒരു ഫ്ളാറ്റിന്റെ അഡ്രസ് ആയിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ കേസിന് ശേഷമാണ് ഗൗരവിന്റെ ലൈഫിലെ തിയറി മാറിയതെന്ന് നിഹാരികയ്ക്കും ഐറിനും മനസ്സിലായി. അറിവ് ഭയത്തെ ഇല്ലാതാക്കുമെന്ന് അത്രയും കാലം വിശ്വസിച്ചിരുന്ന ഗൗരവിന് പിന്നീട് അറിവ് ഭയത്തെ കൂട്ടുമെന്ന് വിശ്വസിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്തായിരിക്കും അന്ന് അവിടെ വെച്ച് ഗൗരവിന് സംഭവിച്ചിട്ടുണ്ടാവുക? അവരെല്ലാവരും അന്നത്തെ വീഡിയോസ് എല്ലാം തന്നെ എടുത്ത് കാണുന്നു. മേഘയ്ക്കും കൂട്ടർക്കും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാരണം ഗൗരവ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ആ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരാത്മാവല്ല ഒന്നിൽ കൂടുതലുണ്ടെന്ന്. ആ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്നത് ദർശന എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർക്കതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ ആ ഫ്ളാറ്റിന് അടുത്തായിട്ടൊരു ഫ്ളാറ്റില് വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു നവവധു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. ഈ ഫ്ളാറ്റെല്ലാം പരിശോധിച്ച ശേഷം ഗൗരവ് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോകുന്നതാ നല്ലത്. എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. കാരണം ഇവിടെ അൻമോല് ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ആ ആത്മാക്കള് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിന്റെ അനിയത്തി കൂടി വന്ന് ഇവിടെ രണ്ടാളായപ്പോഴാണ് ആത്മാക്കളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ആള് കൂടുമ്പോ ഈ ആത്മാക്കൾക്ക് പേടി തോന്നും അവരെ ഇവിടെ നിന്നും പുറത്താക്കുമോ എന്ന്. അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ പേടിപ്പിച്ചത്. തൽക്കാലം അവരെല്ലാം പുറത്താക്കി ഗൗരവ് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ആദ്യവൻ ആ പെൺകുട്ടിയുടെ ആത്മാവിനെ കാണുന്നുണ്ട്. അതിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എത്ര ആത്മാക്കളുണ്ടെന്ന്. ആ സമയം അവന്റെ ചുറ്റും ഒരുപാട് ആത്മാക്കൾ വരുന്നു. അവൻ വിചാരിച്ച പോലെ 1-2 ആത്മാക്കളായിരുന്നില്ല, 20ഓളം ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പെട്ടെന്ന് ഇവിടെ വന്നതല്ല, ആരോ ഇതിനെ വിളിച്ചു വരുത്തിയതാണ്. അയറിന് കാര്യങ്ങളെല്ലാം തന്നെ നിഹാരികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയറിന് മേഘയുടെ കോള് വരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ മേഘ പറയുന്നുണ്ട്, നിന്റെ റൂമിൽ എന്തോ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അത് കണ്ടുപിടിക്കാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ക്യാമറയിൽ മനീഷിന് അവൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബുക്ക് തനിയെ നീങ്ങുന്നതായിട്ടും അതിലെ പേജുകൾ മറിഞ്ഞ് ഒരു
ഒരു ലൈനിൽ തന്നെ വന്ന് നിൽക്കുന്നതായിട്ടും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ശർമിള പറഞ്ഞ പോലെ അവളുടെ സ്വപ്നത്തിൽ വന്ന അതേ ലൈനുകൾ തന്നെയായിരുന്നു. ചതി ചെയ്തതിനാൽ എനിക്ക് ഇവിടെ നിന്നും സ്വസ്ഥമായിട്ട് പോകാൻ കഴിയുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അതുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെയായിരുന്നു ആ വരികളിൽ ഉണ്ടായിരുന്നത്. മനീഷിന്റെ ആത്മാവാണ് ഇവിടെ ഉള്ളതെങ്കിൽ അന്ന് നിന്റെ ലാപ്ടോപ്പില് ടൈപ്പ് ചെയ്തതും അവന്റെ ആത്മാവ് തന്നെയായിരിക്കും. അവൻ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവന്റെ ആത്മാവിനെ ഏതെങ്കിലും ഒരു മീഡിയം ത്രൂ നമ്മൾ വിളിക്കണമെന്നാണ് മേഘ പറയുന്നത്. അയറിന് അതിൽ താല്പര്യം തോന്നിയില്ല. എന്നാൽ അവർ നിർബന്ധിക്കുമ്പോൾ അയറൻ സമ്മതിക്കുന്നു. പക്ഷെ രാജു പറയുന്നുണ്ട്, മനീഷിനെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഗൗരവന്റെ ആത്മാവിനെ വിളിക്കുന്നതല്ലേ, അവന്റെ അടുത്ത് എല്ലാത്തിനുള്ള ആൻസർ ഉണ്ടാകും. പക്ഷെ മേഘ അതിന് അനുവദിക്കുന്നില്ല. കാരണം ഒരിക്കൽ മേഘയും ഗൗരവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരവ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഓരോ ആത്മാക്കളെയും വിളിക്കും, പക്ഷെ അവരൊക്കെ പലപ്പോഴും ഇവിടെ നിന്നും പോകാതെ ഇവിടെ തന്നെ കുടുങ്ങി നിൽക്കും. അതുപോലെ ഗൗരവന്റെ ആത്മാവിനെ വിളിച്ചിട്ട് അവനും തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ കുടുങ്ങിപ്പോകുമോ എന്നുള്ള പേടി മേഘയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ശർമിളയെ കൂടി വിളിച്ചിട്ട് ഇവരെല്ലാവരും ചേർന്ന് മനീഷിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ ടൈമിൽ തന്നെ നിഹാരിക ഇവരോട് ചോദിക്കുന്നുണ്ട്, അന്ന് ആ ഫ്ളാറ്റില് പിന്നീട് എന്താ സംഭവിച്ചതെന്ന്. ഗൗരവറ്റയ്ക്ക് ആ റൂമിൽ ആത്മാക്കളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരെല്ലാവരും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗൗരവ് ആ ആത്മാക്കളോട് പറയുന്നുണ്ട്, മന്ത്രവാദം ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് ഒരാൾ വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. ഇവിടെ ഉള്ളവർക്ക് ഇവിടെ താമസിക്കണ്ടേ. എന്നാൽ ആത്മാക്കൾ പോകാൻ കൂട്ടാക്കിയില്ല. അവനോട് അവിടെ നിന്ന് പോകാനാണ് പറയുന്നത്. അവൻ തൽക്കാലം പുറത്തേക്കിറങ്ങി എല്ലാവരോടും പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവര് മന്ത്രവാദം ചെയ്ത ആത്മാക്കൾ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. അവർക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് താമസം മാറി പോകുന്നതാ. അവരെ ഇവിടെ തന്നെ വിട്ടേക്ക്. ചില കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല, ചില കേസുകൾ സോൾവ് ആകാറുമില്ല. വേറെ വഴിയില്ലാതെ അൻമോളും സഹോദരിയും അവിടെ നിന്ന് താമസം മാറാൻ തീരുമാനിച്ചു. ആ സമയത്താണ് തന്റെ ഫോൺ അകത്ത് വിട്ടിട്ട് പോയത് ഗൗരവ് ഓർക്കുന്നത്. അവൻ ഫോൺ എടുക്കാൻ അകത്തേക്ക് കയറി. പെട്ടെന്ന് വീണ്ടും ഒരു ആത്മാവിന്റെ പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ എങ്ങും കാണാത്തൊരു ആത്മാവായിരുന്നു അത്. തൊട്ടടുത്ത ഫ്ളാറ്റിലെ മരിച്ചുപോയ ആ ഒരു നവവധുവിന്റെ ആത്മാവ്. അത് അവന് നേരെ ഒരു ചെറിയ പേപ്പർ കഷ്ണം നീട്ടി. ആ പേപ്പർ അവൻ വാങ്ങുകയും ചെയ്തു. അതേ പേപ്പർ തന്നെയായിരുന്നു അവന്റെ മരണശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയത്. അത് ഈ ഫ്ളാറ്റിന്റെ അഡ്രസ് എഴുതിയ പേപ്പർ അല്ലായിരുന്നു എന്ന് നിഹാരിക ചോദിക്കുന്നു. എന്നാൽ മേഘ പറയുന്നുണ്ട്, ഒരു സൈഡിലായിരുന്നു ആ ഫ്ളാറ്റിന്റെ നമ്പർ ഉണ്ടായിരുന്നത്. ബാക്കിലുണ്ടായിരുന്നത് 7/7/2016 എന്നുള്ള ഡേറ്റ് ആയിരുന്നു. അതായത് ഗൗരവ് മരിച്ച ദിവസം. 2011 ഗൗരവ് 301 ഫ്ളാറ്റ് നമ്പറിൽ കേസ് കൈകാര്യം ചെയ്യാൻ പോയത്. അവിടെ വെച്ച് ആ നവവധുവിന്റെ ആത്മാവ് അവന് കൊടുത്ത ആ പേപ്പറിന്റെ ബാക്കില് അവൻ മരിക്കുന്ന ദിവസത്തിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു. 2016 അവൻ മരിക്കുന്നു. 2011 അവൻ ആ പേപ്പർ കിട്ടി. വർഷങ്ങൾക്ക് മുമ്പേ ആ ആത്മാവ് പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ഈ തീയതിയിൽ മരിക്കുമെന്ന്. അതെങ്ങനെ സംഭവിക്കുന്നു അവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് തന്നെ പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇത്തവണ അവർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരും താമസം ഉണ്ടായിരുന്നില്ല. ബിൽഡിംഗ് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് എല്ലാവരും താമസം മാറി പോയിട്ടുണ്ടായിരുന്നു. 2011 ആ ഒരു റൂമിൽ മാത്രമായിരുന്നു ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ചെന്നപ്പോൾ ആ ബിൽഡിംഗിന്റെ എല്ലായിടത്തും ആത്മാവിന്റെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. EMF എല്ലായിടത്തും റീഡിംഗ് കാണിക്കുന്നുണ്ട്. അവർ അവിടെ എത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗൗരവിന് ആ ഒരു പേപ്പർ കൊടുത്ത ആ നവവധുവിന്റെ ആത്മാവിനോടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഗൗരവ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നതെന്ന് പറയുന്നു. ആ ആത്മാവ് അവരോട് തിരിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു ആ ഒരു ഡിവൈസിലൂടെ. ഗൗരവ് മരിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു ചോദിക്കുമ്പോൾ ആത്മാവ് അതേന്ന് പറയുന്നു. അവൻ സ്വയം കഴുത്തിഞ്ഞരിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ ആത്മാവ് അല്ല എന്നാണ് പറയുന്നത്. അവന്റേത് ഒരു അപകടമല്ല എന്നും അവനെ ആരോ കൊന്നതാണെന്നും ആ ആത്മാവിലൂടെ അവർ മനസ്സിലാക്കി. അതൊരു മനുഷ്യനാണെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് പറയുന്നത്. അതോടെ അതൊരു ആത്മാവാണെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ആത്മാവാണ് ഗൗരവനെ കൊന്നത്. ഏത് ആത്മാവാണെന്നോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ആത്മാവിന് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മെഷീനിൽ ബീപ് സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അവർ ആ മെഷീന്റെ സൈഡിൽ വെച്ച ഗൗരവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു പേപ്പർ കഷ്ണം പറന്നു പോകുന്നു. ആ പേപ്പർ കഷ്ണം പോയി വീഴുന്നത് മറ്റൊരു റൂമിലാണ്. അവിടെ അവർ നേരിട്ട് ആ ആത്മാവിനെ കാണുന്നു. ആ ആത്മാവ് അവർക്ക് നേരെ മറ്റൊരു പേപ്പറിന്റെ കഷ്ണം നീട്ടുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും പേടിക്കുന്നു. നമ്മൾ മരിക്കാൻ പോകുന്നതിന്റെ ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ആത്മാവിന്റെ അടുത്തേക്ക് പോയി അത് വാങ്ങിക്കാൻ തന്നെ അവർക്ക് പേടിയാകുന്നുണ്ടായിരുന്നു. അവിടെയാണ് 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 8ാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ധൈര്യം സംഭരിച്ച് സിദ്ധു പോയി ആ പേപ്പർ വാങ്ങിക്കുന്നതാണ്. അവരെല്ലാവരും ആ പേപ്പർ കഷ്ണവുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. അതിലൊരു ഡേറ്റ് ആയിരുന്നു എഴുതിയിരുന്നത്. 2007 ഒരു ഡേറ്റ്. ഗൗരവൊക്കെ മരിക്കുന്നതിന് ഒരുപാട് മുൻപുള്ള ഡേറ്റ് ആണത്. പാസ്റ്റിലെ ഡേറ്റ് എന്തിനാണ് തന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഫ്യൂച്ചറിലെ ആണെങ്കിൽ തങ്ങൾ മരിക്കാൻ പോകുന്ന ഡേറ്റ് ആണെന്ന് പറയാം. പക്ഷെ ഗൗരവനെ കൊല്ലുന്നത് ഒരു ആത്മാവാണെങ്കിൽ അവൻ കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു കേസിലെ ആത്മാവായിരിക്കും. അത് ഏത് ആത്മാവാണെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. പല കേസുകളിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ആത്മാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അവനെ കൊല്ലേണ്ട കാര്യമുണ്ടോ എന്ന് അവർ ചിന്തിക്കുകയായിരുന്നു. ആ ഡേറ്റ് വെച്ചിട്ട് നിഹാരിക ചിന്തിക്കുമ്പോൾ അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നു. അത് ഗൗരവ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് തുടങ്ങുന്ന സമയത്തുള്ള ഡേറ്റ് ആയിരുന്നു. അതായത് ഗൗരവന്റെ അടുത്തേക്ക് മേഘയും കൂട്ടരൊക്കെ വരുന്നതിന് മുമ്പ് പൈലറ്റ് പഠനത്തിൽ ഫെയിലായിട്ട് തന്റെ അച്ഛന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയ സമയത്ത് ഒരു ന്യൂസ് പേപ്പറിൽ കോളേജ് ഹോസ്റ്റലിലെ പ്രേതബാധയെ പറ്റി അറിഞ്ഞിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ. അവിടെ എത്തി അവന് ഫീലായ കാര്യങ്ങൾ അന്നവൻ നിഹാരികയോടും കൂട്ടുകാരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു അവൻ താൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആകാൻ പോകുകയാണെന്ന് തീരുമാനിച്ചിട്ട് ഇവളെ ഒരു കാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അന്നിവർ ഒരുമിച്ചെടുത്ത ഫോട്ടോസിൽ ആ കാർഡിന്റെ ഫോട്ടോയും
ഉണ്ട്. കൂടി അത് ഈ ഡേറ്റ് തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു. കേസ് അവൻ പാതി വഴിക്ക് ഉപേക്ഷിച്ചതാണ്. പിന്നീട് അവൻ അതിന്റെ പിറകെ പോയതായിട്ട് എനിക്ക് അറിവില്ല. അതുകൊണ്ട് എന്തായാലും അവർ ആ ഹോസ്റ്റലിൽ പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ വാർഡനോട് ചോദിക്കുമ്പോൾ ആദ്യം ഗൗരവ് വന്നിട്ട് അന്നാ പോലീസുകാരൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാരണം അവൻ പോയെങ്കിലും പിന്നീട് അവൻ വീണ്ടും തിരിച്ചു വന്നുവെന്നാണ് അയാൾ പറയുന്നത്. പിന്നീട് ഗൗരവിന് അന്ന് അവിടെ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നത് അയാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അയാൾ അന്ന് നടന്ന സംഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. ഗൗരവ് പിറ്റേന്ന് വീണ്ടും എത്തി ആ റൂമിൽ താമസിച്ചിരുന്ന പയ്യനുമായിട്ട് സംസാരിക്കുന്നു. അവനാണല്ലോ ആദ്യം ഇവിടെ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞത്. ആ പയ്യൻ പറയുന്നുണ്ട് ആദ്യമൊന്നും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവനും അവന്റെ ഗേൾഫ്രണ്ടും ഇടയ്ക്ക് കാട്ടിലേക്ക് ട്രക്കിങ്ങിന് പോയി. അവിടെ വെച്ച് അവർ വിചിത്രമായ ഒരു ചെടി കണ്ടു. ഇഷ്ടപ്പെട്ട കാരണം ആ ചെടിയെടുത്ത് തങ്ങളുടെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ച് അവർ അവിടെ നിന്നും അത് എടുത്തുകൊണ്ട് വന്നു. ആ ചെടി തങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് അവൻ അവിടെ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്തത്. വീഡിയോ കോളിൽ തന്റെ കാമുകിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ കാമുകി കണ്ടിട്ടുണ്ടായിരുന്നു അവന്റെ ബാക്കിലായിട്ട് ആ ആത്മാവ് വരുന്നതും അവന്റെ ശരീരത്തിൽ കയറിയിട്ട് അവനെ കൊണ്ട് സ്വയം അവന്റെ തല കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതും. ഗൗരവ് ആദ്യത്തെ ദിവസം അവിടെ വന്നപ്പോ അവന്റെ ശരീരത്തിലും കയറിയിട്ട് ആ ആത്മാവ് അവിടുത്തെ ബാത്റൂമിലെ ഗ്ലാസ്സിൽ അവനെ കൊണ്ട് എന്തൊക്കെയോ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ ബാത്റൂമിലേക്ക് വീണ്ടും കയറി ആ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അത് അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ പേടിപ്പിച്ചിട്ട് ആ ഗ്ലാസ് പൊട്ടിത്തെറിപ്പിച്ച് അവന്റെ കയ്യിൽ മുറിവുണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ ആത്മാവ് ആ വാർഡന്റെ ശരീരത്തിലേക്കും കയറി അയാളുടെ ശരീരം ഉപയോഗിച്ചിട്ട് ഗൗരവിനെ അത് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഗൗരവാകട്ടെ അവിടെ ഇരുന്ന ആ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഉള്ള ചെടിയില്ലേ അതെടുത്തിട്ട് ആ ആത്മാവിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഇത് ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ നിമിഷം വാർഡന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് പുറത്തേക്ക് പോയി. ആ ആത്മാവ് ഈ ചെടിയുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണോ എടുത്തത് അവിടേക്ക് തന്നെ കൊണ്ടുവെക്കാൻ അവർ തീരുമാനിക്കുന്നു. ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കി അവർ അവിടേക്ക് പോകുന്നു. എവിടെ നിന്നാണോ ആ ചെടി എടുത്തത് അവിടേക്ക് തന്നെ ആ ചെടി കൊണ്ടുവച്ചു. പക്ഷെ പിന്നീടാണ് ഗൗരവന് മനസ്സിലാകുന്നത് ആ ചെടിക്ക് ചുറ്റും പലതരത്തിലുള്ള സിംബൽസും ഉണ്ടായിരുന്നു. മണ്ണുകൊണ്ട് മൂടിക്കിടന്നതുകൊണ്ട് അവനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. മണ്ണ് മാറ്റി നോക്കുമ്പോ അവിടെ എന്തൊക്കെയോ പ്രത്യേക രീതിയിലുള്ള മന്ത്രവാദം ചെയ്തതിന്റെ സിംബൽസ് എല്ലാം അവന് കാണാമായിരുന്നു. ഓരോ ആത്മാവിനെ ആ ചെടിയിൽ തളച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ ആത്മാവിനെ വീണ്ടും അവൻ അവിടെ കാണുന്നു. അത് വളരെയധികം അപകടകാരിയായ ആത്മാവാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവൻ വാർഡിനെയും കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ തുടങ്ങിയതും ഒരു ലേഡിയുടെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും അവന്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലേഡിയുടെ ആത്മാവ് ഗൗരവനോട് പറയുന്നത് അവൻ നിന്നെ വെറുതെ വിടില്ല എന്നാണ്. അതായത് സെമിത്തേരിയിൽ വെച്ചിട്ട് മുൻപൊരു ബ്രിട്ടീഷുകാരുടെ ആത്മാവും ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ നിന്നെ വെറുതെ വിടില്ല എന്ന്. ആരാണെന്നോ എന്താണെന്നോ ആ വാർഡനും മനസ്സിലായില്ല. അയാൾ അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനെ പറ്റിയാണ് ആ സ്ത്രീ പറഞ്ഞതെന്ന്. എന്നാൽ ഗൗരവ് പറയുന്നുണ്ട് ഈ ഒരു ചെടിയെ പറ്റി ആരോടും പറയാത്തതാ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ കൗതുകത്തിന്റെ പേരില് പലരും ഇത് അന്വേഷിച്ച് ഇവിടേക്ക് വരും. അവരുടെയൊക്കെ ജീവൻ അപകടത്തിലാകും. ഇപ്പോ ആ ആത്മാവ് ചെടിയുമായിട്ട് തന്നെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. തൽക്കാലം ഈ ആത്മാവ് ഇവിടം വിട്ട് എങ്ങോട്ട് പോകില്ല. എന്താണെങ്കിലും ഈ ആത്മാവിന്റെ ശക്തി എന്റെ കൺട്രോളിനും അപ്പുറമാണ്. എന്താണെങ്കിലും ഹോസ്റ്റലിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അന്ന് ഗൗരവ് പറഞ്ഞ പോലെ പിന്നീട് ഹോസ്റ്റലിലോ ആ റൂമിലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആ സംഭവത്തിന് ശേഷം ആ കാട്ടിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ലാന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളത് ഞങ്ങളോട് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഗൗരവ് പറഞ്ഞത് ആ സ്ഥലത്തെ പറ്റിയോ ചെടിയെ പറ്റിയോ ആരോട് സംസാരിക്കരുതെന്നാണ്. അതുകൊണ്ട് ആ സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങളോടും പറയില്ല. അയാൾ അവർ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഗൗരവിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുന്നു. ഒടുവിൽ അയാൾ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അവർ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ട് ഇത് തന്നെയായിരുന്നു. രണ്ട് വ്യത്യസ്തമായ ആത്മാക്കള്. അവർ രണ്ടുപേരും ഗൗരവിനെ വാൺ ചെയ്തത് അവൻ നിന്നെ വെറുതെ വിടില്ല എന്നാണ്. ചിലപ്പോ ആ ചെടിയിലുണ്ടായിരുന്ന ആത്മാവായിരിക്കും ഗൗരവിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ സിദ്ധാർത്ഥ് പറയുന്നു അന്നതൊരു ചെടിയാണെങ്കിൽ ഇന്നിപ്പോൾ അത് വളർന്നൊരു മരമായിട്ടുണ്ടാകും. അവരെന്തായാലും ആദ്യം മനീഷിന്റെ ആത്മാവുമായിട്ട് സംസാരിക്കാനാണ് തീരുമാനിക്കുന്നത്. അവൻ എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. മനീഷിന്റെ ആത്മാവിനെ അവർ വിളിച്ചു വരുത്തുമ്പോ ആ ആത്മാവ് ഐറിന്റെ ശരീരത്തിൽ കയറിയിട്ട് അവരോട് പറയുന്നത് നീ എന്നെ ചതിച്ചതുകൊണ്ടല്ല ഞാൻ ഈ ലോകത്തുനിന്നും പോകാത്തത്. എന്റെ മരണത്തിലൂടെ ഞാൻ നിന്നെയും ശർമിളയും ചതിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഇവരുടെ മനസ്സിൽ അവർ കാരണമാണ് ഇവൻ മരിച്ചതെന്നുള്ളൊരു ഗിൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വേദന അവരുടെ മനസ്സിൽ ഇന്നും കിടക്കുന്നത് കൊണ്ടാണ് മനീഷിന്റെ ആത്മാവിന് ഈ ലോകം വിട്ടു പോകാൻ പറ്റാത്തത്. അവൻ ജീവിച്ചിരുന്നെങ്കിൽ അവനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് ഇവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ആത്മാവിന് ഇവരെ വിട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചിന്തകളെല്ലാം ഉപേക്ഷിക്കാനാണ് അവൻ പറയുന്നത്. അവൻ ഇവിടെ നിന്ന് പോകണമായിരുന്നു. ഇത് മനസ്സിലാക്കിയതോടുകൂടി അവന്റെ ആത്മാവിനെ ഫ്രീ ആയിട്ട് വിടാൻ അവർ ആഗ്രഹിച്ചു. അവളുടെ ശരീരത്തിൽ നിന്നും അവന്റെ ആത്മാവ് വിട്ടുപോവുകയും ചെയ്തു. അവൻ നടന്നതൊന്നും ഒരു നിമിഷത്തേക്ക് അയറിന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന അവളുടെ ലാപ്ടോപ്പ് ഓൺ ആകുന്നു. അതില് ഗൗരവിന്റെ വീഡിയോ തനിയെ പ്ലേ ആകുന്നുണ്ട്. അതേസമയം സിദ്ധാർത്ഥും രാജും ആ ഒരു ചെടി തേടി പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ ചെല്ലുമ്പോ ആ ചെടി ഒരു മരമായിട്ടുണ്ട്. പക്ഷേ ആ മരം ആരോ മുറിച്ചിരിക്കുന്നു. അതായത് ആ ആത്മാവ് അവിടെ നിന്നും ഫ്രീ ആയിരിക്കുന്നു. അവിടെ ആത്മാവിന്റെ പ്രസൻസ് ഇല്ല. മറ്റെവിടേക്കോ ആ ആത്മാവ് പോയിരിക്കുന്നു. ഇവിടെ ലാപ്ടോപ്പിലൂടെ ഒരു ആത്മാവ് ഇവരോട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് മനീഷ് തന്നെയായിരിക്കുമെന്ന് മേഘ പറയുമ്പോൾ അയറിനാകട്ടെ ആ ആത്മാവിനോട് മനീഷും അവളും സ്പെൻഡ് ചെയ്തിരുന്ന ചില സമയത്തെ പറ്റി ചോദിക്കുമ്പോൾ ആ ആത്മാവ് പറയുന്ന ഉത്തരങ്ങൾ തെറ്റായിരുന്നു. അപ്പോൾ അയറിന് മനസ്സിലായി അത് മനീഷിന്റെ ആത്മാവല്ല. അവൾ അടുത്ത നിമിഷം ചോദിക്കുന്നുണ്ട് നീ ഗൗരവാണോ എന്ന്. ആ നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ലാപ്ടോപ്പിലൂടെ ആത്മാവ് പറയുന്നുണ്ട് ഞാൻ ഗൗരവാണെന്ന്. ഗൗരവ് ജീവിച്ചിരുന്ന സമയത്ത് മരണപ്പെട്ടവരുടെ ആത്മാക്കളെ ഹെൽപ്പ് ചെയ്തു. ഇന്നവൻ മരിച്ച ശേഷം ആത്മാവായിട്ട് വന്ന് ജീവിച്ചിരിക്കുന്ന ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. കാരണം സിദ്ധാർത്ഥൻ രാജും ആ കാട്ടിൽ വെച്ചിട്ട് ബച്ചുവെ കണ്ടിരുന്നു. ബച്ചുവ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാണെന്നർത്ഥം. അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗരവിന്റെ ആത്മാവിന് ഇവിടേക്ക് തിരിച്ചു വരേണ്ടതായി വന്നു. ആ കാട്ടിൽ
വീട്ടിലെ ചെടിക്ക് ചുറ്റുണ്ടായിരുന്ന മണ്ണ് മാറ്റി നോക്കിയപ്പോ സിദ്ധാർത്ഥന് മനസ്സിലായി അന്ന് ഗൗരവ് ഇവിടെ കണ്ടത് എന്താണെന്ന്. അതൊരു രാക്ഷസ ഇനത്തിൽപ്പെട്ട ആത്മാവിനെ തളയ്ക്കുന്ന മന്ത്രവിദ്യയായിരുന്നു. നടുക്കുണ്ടായിരുന്ന ആ ഒരു മരം ആരോ മുറിച്ചതോടുകൂടി ആ ആത്മാവ് ഫ്രീയായ ആ ആത്മാവായിരുന്നു ഗൗരവന്റെ മരണത്തിനും കാരണം. ആ ആത്മാവ് തന്നെയാണ് അന്ന് ബാത്റൂമിൽ വെച്ചിട്ട് അവനെ ആക്രമിച്ചതും അവനെ മരണത്തിലേക്ക് തള്ളിയിട്ടതും. ഇന്ന് ആ ആത്മാവിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് മരണശേഷം ആത്മാവായിട്ട് ഗൗരവ് തിരിച്ചു വന്നിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. മേ ബി ഈ ഒരു സീരീസിന് ഒരു സീസൺ 2 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് റിലീസ് ആവുകയാണെങ്കിൽ എന്താണെങ്കിലും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇന്ത്യയിലെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഗൗരവ് തിവാരിയെ പറ്റിയുള്ള ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പാരാനോർമൽ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ താഴെ അത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.